സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ ഗേറ്റ് 2026 ആണ്. അതായത് നമ്മുടെ ഗേറ്റ് 2026 എക്സാമിന്റെ ഒരു ഇനീഷ്യൽ ഡെമോ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആസ് വി നോ നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്ന എക്സാം പല സ്റ്റുഡൻസ് പല ഒബ്ജക്റ്റോട് കൂടെയാണ് പഠിക്കാൻ വേണ്ടി നോക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ ഒരു കേസ് എന്താണ്, നമ്മളിപ്പോ ബിടെക് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു ബെറ്റർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യണം, അല്ലെ? അപ്പൊ IIT-ന്നോ NIT പോലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി വി നീഡ് എ വെരി ഗുഡ് സ്കോർ, അല്ലെ? ഗേറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 എബോവ് എങ്കിലും വന്നാലേ നമുക്ക് പ്രിഫർ ചെയ്യുന്ന നല്ലൊരു IIT-ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? ദാറ്റ് ഇസ് വൺ ക്രൈറ്റീരിയ. പിന്നെന്താണ് വരുന്നത്, ഇപ്പൊ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാ PSUസും, അതായത് പബ്ലിക് സെക്ടർ യൂണിറ്റ് കമ്പനീസും അവർ പ്രിഫർ ചെയ്യുന്നത് ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ്, അല്ലെ? ഇപ്പൊ വെരി റീസെന്റ് ISRO ഒരു 2 months ബിഫോർ ഒരു പോസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ആ പോസ്റ്റിൽ സയന്റിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എൻട്രി വിളിച്ചിരുന്നത്, മനസ്സിലായോ? സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്ട്ലി ഗ്രേഡ് സിയിലോട്ട് നിങ്ങൾ എൻട്രി ചെയ്യുന്ന പോസ്റ്റ് ആണ്. വിത്ത് സംതിങ് പാക്കേജ് അറൌണ്ട് 1 lakh വരും. അപ്പൊ ആ ഒരു എക്സാം അവർ വിളിച്ചത് തന്നെ ഡയറക്ട്ലി എന്തിനു വേണ്ടിയിട്ടാണ്? ഗേറ്റ് ക്വാളിഫൈഡ് ആൾക്കാർക്ക് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ബെൽ, അല്ലെ, നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ കോർ കമ്പനിയാണ്. അതുപോലെ ബാബ അറ്റോമിക് റിസർച്ച്, അല്ലെ, അവരൊക്കെ വിളിക്കുന്നതും ഡയറക്റ്റ് ഇപ്പം നമ്മുടെ ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ട് അവര് വിളിക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഫോർ ദി സയന്റിസ്റ്റ് പോസ്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഗേറ്റിന്റെ ആ ഒരു സ്കോർ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്, അല്ലെ? സോ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഈ പറയുന്ന POCs എല്ലാവരും അവര് റിക്രൂട്ട് ചെയ്തത് തന്നെ ഈ ഗേറ്റ് എന്ന് പറയുന്നതിനെ ഒരു മിനിമം ക്രൈറ്റീരിയ ആക്കിയിട്ടാണ്, മനസ്സിലായോ? പണ്ടൊക്കെ നമുക്ക് ബിടെക് എന്ന് പറയുന്നത് മിനിമം ക്രൈറ്റീരിയ ആയിരുന്നു. പക്ഷെ റൈറ്റ് നൗ ബിടെക് ഇസ് നോട്ട് ജസ്റ്റ് ഇനഫ്. യു ഹാവ് ടു ഹാവ് എ ഗുഡ് ഗേറ്റ് സ്കോർ, നോട്ട് ജസ്റ്റ് എ മിയർ പാസിംഗ് സ്കോർ. നിങ്ങൾ പാസ്സായാൽ മാത്രം പോരെ, യു നീഡ് എ വെരി ഗുഡ് സ്കോർ ആസ് എ മിനിമം ക്രൈറ്റീരിയ ടു ലാൻഡ് എ വെരി ഗുഡ് സ്കോർ, ടു ലാൻഡ് എ വെരി ഗുഡ് ജോബ് ഇൻ PSUs. മനസ്സിലായോ? അപ്പോ PSU എന്ന് പറയുന്ന ഒരു എൻട്രി, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഗേറ്റ് ആയി മാറിയിരിക്കുകയാണ്. സോ ആസ് എ ഇലക്ട്രോണിക് സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഫൈനൽ ഇയർ കഴിയുമ്പോഴത്തേക്കും മസ്റ്റ് ആയിട്ട് ഒരു കയ്യിലുണ്ടാവേണ്ട ഒരു എൻറ്റിറ്റിയാണ് ഈ പറയുന്ന ഒരു ഗുഡ് ഗേറ്റ് സ്കോർ. സോ എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ജസ്റ്റ് നമുക്ക് എന്താ പാസിങ്ങിന് വേണ്ടി, പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അറൌണ്ട് ഒരു 27 to 30 വരെ ഒരു വർഷം മാറി നമ്മുടെ ഗേറ്റ് സ്കോർ വരാറുണ്ട്, അല്ലെ? ഔട്ട് ഓഫ് 100 മാർക്സ്. അപ്പൊ അത് നമുക്ക് ഒരുവിധം പഠിച്ചാൽ നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷെ എഗെയിൻ ഇറ്റ്സ് നോട്ട് ഈസി. ഗേറ്റിൽ ആ ഒരു മാർക്ക് കിട്ടുന്ന പോലെ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് ഓരോ ക്വസ്റ്റിനും ആപ്ലിക്കേഷൻ ലെവലാണ്, ദാറ്റ് ഇസ് എ ഫാക്ട്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ആ പാസിംഗ് സ്കോർ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഇനഫ്. So we need to aim for at least 80 plus. Okay, I'm saying we need to aim for 80 plus mark. ആ ഒരു 80 പ്ലസിന് വേണ്ടി നമ്മൾ എയിം ചെയ്താൽ മാത്രമേ we can at least get a 70, ഒരു 65 to 70 സ്കോർ കിട്ടത്തുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 80 പ്ലസ് എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടികള്, അല്ലെ, ഗേറ്റില് ഓൾ ഇന്ത്യ ലെവലില് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടുന്ന കുട്ടികളുടെ മാർക്കാണ് ഈ 80 എന്ന് പറയുന്നത്, ഈ TESL എന്ന് പറയുന്നത്, മനസ്സിലായോ? സോ യു ഹാവ് ടു എയിം ഫോർ ദാറ്റ് ലെവൽ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലെവലിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് എ മാൻഡേറ്ററി കണ്ടീഷൻ. ഓക്കെ, ഇറ്റ് ഇസ് വെരി മാൻഡേറ്ററി. അപ്പോൾ പിന്നെ നമുക്ക് പറയാം, നമ്മുടെ സ്റ്റേറ്റ് PSC എക്സാംസ് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റ് സ്റ്റേറ്റ് PSC വിളിക്കുന്നുണ്ട്. ഈവൻ ആ PSCയുടെ കറന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പോലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദേ ആർ റൈസിംഗ് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. പണ്ടതുപോലെ, അതായത് ഈവൻ ഒരു 5 to 6 years ബാക്ക് ഉള്ളത് പോലത്തെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഇപ്പൊ ഇടുന്നത്. അവരെല്ലാം ഒരു ഗേറ്റ് ലെവലില് പിടിച്ച് വരുന്ന ഒരു സ്റ്റേജ് ആണ്, ആ ഒരു അനാലിസിസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾ MTech കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സാം തരം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഡിറ്റോ ടു വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സിറ്റുവേഷൻ. അപ്പൊ ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് ഓർ PSU ഓർ സ്റ്റേറ്റ് PSC, ഇതൊന്നുമല്ല. ഗേറ്റിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി കോർ സിലബസ് ആണ്, മനസ്സിലായോ? ഇറ്റ് ഇസ് എ കോർ സിലബസ്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഇലക്ട്രോണിക് സ്കോറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് എക്സാംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദി അജണ്ട ഓഫ് ലേണിംഗ് ദിസ് കോഴ്സ്, മനസ്സിലായോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും, അല്ലെ, എന്താണ് ഗേറ്റ്, നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നതെന്ന്. സോ വാട്ട് എവർ യുവർ ഒബ്ജക്റ്റീവ് ഇസ്, യു ഹാവ് ടു ആസ് എ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ഒരു മിനിമം ക്രൈറ്റീരിയ ആയിട്ട് നല്ലൊരു ഗേറ്റ് സ്കോർ വേണം.
Okay, now we'll move on to the GATE syllabus. Okay, so ഈ ഡെമോ ക്ലാസിന്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ is to give you a glimpse about what GATE is, ഗേറ്റിന്റെ സിലബസ് എന്താണ്. പിന്നെ ഗേറ്റ് പഠിക്കുന്നതിന് നമുക്ക് ഇൻ ടോട്ടൽ 10 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നോർമലി കുട്ടികൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ചിലപ്പോൾ ആദ്യം എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇല്ലെങ്കിൽ പാടുള്ളത് മാറ്റി മാറ്റി അവസാനമായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോ ഇത് രണ്ടുമല്ല ഗേറ്റിന് പഠിക്കേണ്ട ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അതായത് ഫോർ ലേണിംഗ് ഫോർ സച്ച് എൻ എക്സാം യു ഹാവ് ടു ഹാവ് എ പ്രയോറിറ്റി. ഒരു സബ്ജക്ട് പ്രയോറിറ്റി ഉണ്ട്, ആ രീതിയിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഇൻ ടോട്ടൽ യു ഹാവ് 10 സബ്ജക്ട്സ് ടു സ്റ്റഡി. അപ്പൊ 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രേ ഉള്ളൂ എന്ന്. പക്ഷേ ആ ഓരോ സബ്ജക്റ്റിന്റെ അണ്ടറിലും നമുക്ക് ഒരു ട്രീ പോലെ കുറെ സബ്ജക്ട്സ് വരും. സോ നമുക്ക് ജസ്റ്റ് ബ്രോഡ് ആയിട്ട് പറയുമ്പോൾ വി ഹാവ് 10 സബ്ജക്ട്സ് ഇൻ ടോട്ടൽ, ഇൻക്ലൂഡിംഗ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. മനസ്സിലായോ? സോ വിൽ ഗോ ത്രൂ വൺ ബൈ വൺ. നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ബാക്കി വീഡിയോയിലും ഈ സെഷനിലും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ സിലബസ് അനലൈസ് ചെയ്യും. ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ വിത്ത് ദി വെരി ഫസ്റ്റ് സബ്ജക്ട്. ആ സബ്ജക്ട് എന്താണെന്ന് സസ്പെൻസ് ആയിരിക്കട്ടെ അല്ലെ. സോ വിൽ ഓൾസോ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് സബ്ജക്ട് ഇൻ ദിസ് സെഷൻ ഇറ്റ് സെൽഫ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഗേറ്റിന്റെ രീതിയിൽ പഠിക്കുന്നതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും ഇല്ലേ. നമ്മൾ കോളേജ് വരെ ബിടെക്കിൽ പഠിക്കുന്ന രീതിയിലേ അല്ല ഗേറ്റ് നമ്മൾ പഠിക്കേണ്ടത്. ഇറ്റ് ഓൾവേസ് ഗേറ്റിൽ നമ്മൾ ബിടെക് എന്ന് പറയുമ്പോൾ എന്താണ്, ബിടെക് പഠിച്ചു തീരുന്ന പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ. ആ നമ്മൾ വീട് വെക്കും പോലെ അല്ലെ, ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബിടെക്. അതിന്റെ മുകളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വീടാണ് ഈ പറയുന്ന ഗേറ്റിന്റെ സിലബസ്. അപ്പോ ബിടെക് നിങ്ങൾ എവിടെ പഠിച്ചു തീരുന്നുവോ അവിടെ തൊട്ടാണ് ഗേറ്റിന്റെ സിലബസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ജസ്റ്റ് ഗോ ഓൺ ഫർദർ. അപ്പൊ ഇതാണ് നമ്മുടെ ഗേറ്റിന്റെ എക്സാം പാറ്റേൺ. അപ്പൊ നിങ്ങൾ പലരും ഗേറ്റ് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരാവാം, എഴുതിയിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലെ. അപ്പോ വി നോ ദാറ്റ് ഗേറ്റ് ഇസ് എ ഓൺലൈൻ എക്സാം. ഇത് പ്യുവർലി ഓൺലൈൻ എക്സാം ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് 100 മാർക്സ് അല്ലെ. ഇറ്റ് ഇസ് ഔട്ട് ഓഫ് 100 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് എത്ര മണിക്കൂർ എക്സാം ആണ്? നമുക്ക് വി വിൽ ഹാവ് എ 3 hour എക്സാം ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമ്മൾ വിചാരിക്കും 3 hour ഇല്ലേ, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തൂടെ, സമാധാനമായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി KTU എക്സാംസ് ഒക്കെ എഴുതുന്ന പോലെ 3 hour എടുത്ത് സമാധാനമായിട്ട് എഴുതാമെന്ന് വിചാരിക്കും. പക്ഷേ പ്രോബ്ലം എന്താന്ന് പറയുമ്പോൾ ഗേറ്റിന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്രയാണ്? 65 ക്വസ്റ്റ്യൻസ്. ആൻഡ് എത്ര മാർക്കിനാണ്? 100 മാർക്ക്. അപ്പൊ ഈ 65 ക്വസ്റ്റ്യൻസ് നമ്മൾ 3 hour കൊണ്ട് എഴുതണമെങ്കിൽ ലിറ്ററലി ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം എടുക്കുമായിരിക്കും? അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 2 minutes, അല്ലെങ്കിൽ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 2 minutes 46 seconds മാത്രമേ നമുക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഇറ്റ്സ് ഗോയിങ് ടു ബി എ IIT കൈൻഡ് ഓഫ് an ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ആൻഡ് ഇൻ ദിസ് ടൈം എങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിസിഷൻ ആൻഡ് ആക്യുറസി വേണം, along with സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഗേറ്റ് ഇസ് എ വെരി കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു 2 times ഇരട്ടി ആയിരിക്കും അപ്പുറത്തുള്ള ഒരാൾ പഠിക്കുന്നത്. അപ്പൊ വി ഹാവ് ടു ബീറ്റ് ദി അതർ പേഴ്സൺ. കാരണം ദിസ് ഇസ് എ കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വെച്ചാൽ there are ranks. അപ്പോ റാങ്ക് 1 ആണോ റാങ്ക് 2 ആണോ, വിച്ച് ഇസ് ബെറ്റർ? ഓബ്വിയസ്ലി റാങ്ക് 1. സോ യു ഓൾവേസ് ഹാവ് ടു എയിം ഫോർ ദ റാങ്ക് 1. ആ രീതിയിൽ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോ ഈ ടൈമിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതിലും 2 type ഓഫ് ക്വസ്റ്റ്യൻ വരും. എന്ന് പറയുമ്പോൾ വി ഹാവ് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ABCD ഓപ്ഷൻസ് വരും. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. എന്ന് പറയുമ്പോൾ അവരൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉള്ള ഓപ്ഷൻ തരും. അതിൽ വി ഹാവ് ടു ഡു എ കാൽക്കുലേഷൻ ആൻഡ് ദെൻ വി ഹാവ് ടു എൻ്റർ ദ വാല്യൂ. അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും എവിടെ വരാം? ഈ കേസിൽ വരാം. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഇവിടെ വരാം. ഓക്കെ, പിന്നെ വരുന്നത് മാർക്കിംഗ് സ്കീമാണ്. നമ്മുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുമ്പോൾ വി വിൽ ഹാവ് 2 different types ഓഫ് എന്താണ് ക്വസ്റ്റ്യൻസ് വരാം. 1 മാർക്കും വരാം, 2 മാർക്കും വരാം. ഓക്കെ, എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇൻ ടോട്ടൽ വി വിൽ ഹാവ് 1 മാർക്കിന്റെ 25 ക്വസ്റ്റ്യൻസും 2 മാർക്കിന്റെ 30 ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ 15 മാർക്സിന്റെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിന്റെ ഡിസ്കഷൻ നമ്മൾ വരാം. വിൽ ഗോ ഓൺ ടു ദാറ്റ്. പിന്നെ എത്ര സെക്ഷൻസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്? നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ട് എ ആയിരിക്കും, അല്ലെങ്കിൽ സെക്ഷൻ 1 ആയിരിക്കും. ആൻഡ് സെക്ഷൻ 2 നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്സും
ബാക്കി നമ്മുടെ എൻറ്റയർ ഇലക്ട്രോണിക്സിന്റെ കോറും വരാൻ പോകുന്നത്. അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മുടെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇൻ ടോട്ടൽ എത്രയായിരിക്കും? 65 ആയിരിക്കും വരുന്നത്, ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു സെക്ഷൻ വൈസ് വെയിറ്റേജ് പറയുകയാണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് 15% വരും, അതേപോലെ എഞ്ചിനീയറിംഗ് മാത്സിന് 15% വരും, പിന്നെ കോർ നമ്മുടെ ക്വസ്റ്റ്യൻസ് 70% ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വിൽ ഗോ ഓൺ ടു ദ സിലബസ്. ഞാൻ പറഞ്ഞു നമുക്ക് 10 സിലബസ് ഉണ്ട് അല്ലേ. 10 സിലബസ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സീ ഹിയർ. ഫസ്റ്റ് വൺ എന്താ? വി ഹാവ് ഡിജിറ്റൽ സർക്യൂട്ട്സ്, control system, maths, analog circuit, signals and system, aptitude, communication, network theory, electronic device, and one more subject is there, the electromagnetic theory. അല്ലെ, ഏതൊരു ഇലക്ട്രോണിക് സ്റ്റുഡന്റിനോട് ചോദിച്ചാലും അവരുടെ ഒരു നൈറ്റ് മെയർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് അല്ലെ, ആഫ്റ്റർ നെറ്റ്വർക്ക് തിയറി ഐ ഹോപ്പ്. ഓക്കെ, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. സോ EMTയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് ഇമാജിനേഷൻ അല്ലെ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ 3D സിഗ്നൽ. ആ 3D സിഗ്നലിൽ നടക്കുന്ന പ്രൊപ്പഗേഷൻ പാരാമീറ്റേഴ്സും അല്ലെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഗ്രൂപ്പ് വെലോസിറ്റി ഒക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന്റെ ഫേസ് എന്താണ്, സ്പീഡ് എന്താണ്. അപ്പൊ വി ഹാവ് ടു ഹാവ് ക്വൈറ്റ് സം ഇമാജിനേഷൻ. ഈ സിഗ്നൽ എങ്ങനെയായിരിക്കും പോകുന്നത് അല്ലെ. നമ്മൾ സ്റ്റെപ്പ് മാച്ചിങ് ഒക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചിട്ടുണ്ടാവും KTUല്, സിംഗിൾ സ്റ്റെപ്പ് മാച്ചിങ്, ഡബിൾ സ്റ്റെപ്പ് മാച്ചിങ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇതൊന്നും അല്ല നമുക്ക് ചോദിക്കാൻ പോകുന്നത്. വി ഡോണ്ട് ഹാവ് ടു ഡ്രോ എ ചാർട്ട് ഓർ വി ഡോണ്ട് ഹാവ് ടു ഡു എ ഡെറിവേഷൻ. ദിസ് ഇസ് ഗോയിങ് ടു ബി പ്യുവർലി എന്താണ്? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. തിയറിറ്റിക്കലി ചോദിക്കുന്ന വളരെ വളരെ റെയർ ആണ്. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ്സേ ചോദിക്കത്തുള്ളൂ. ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന രീതിയിലേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. പിന്നെ ഈ ഓവർ ദ ഇയേഴ്സ് ഇത്രയും 10 സബ്ജക്ട്സിൽ ചോദിച്ചിട്ടുള്ള വെയിറ്റേജ് അല്ലെ, ക്വസ്റ്റ്യൻസ് വന്നതിന്റെ വെയിറ്റേജ് അനാലിസിസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗേറ്റ് പേപ്പറിൽ വെയിറ്റേജ് വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന എന്താണ്? കമ്മ്യൂണിക്കേഷൻ. Okay, see this is aptitude. ഈ general aptitude എന്ന് പറയുന്നത് 15% ആണ്. It's fixed. We are talking about the core subjects ന്റെ weightage. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എത്രയാണ്? 13% ചോദിക്കും. പക്ഷെ ആലോചിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് it consists of 3 subjects അല്ലെ. We have analog communication, digital communication and information theory and coding. ഈ 3 സബ്ജക്റ്റും കൂടെ കംപ്രൈസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ. പിന്നെ we have weightage 12%, 12 to 15% വരാം നെറ്റ്വർക്ക് തിയറി. അതേപോലെ വി ഹാവ് എന്താണ്? എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ഉണ്ട്. അഗൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് കോഡ്. അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ സർക്യൂട്ട് 9%, കൺട്രോൾ സിസ്റ്റം 5 to 8% വരെ ചോദിക്കാം. അനലോഗ് സർക്യൂട്ട് വരുന്നുണ്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 10% വരുന്നുണ്ട് അല്ലെ. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് 6%. സെയിം EMT എന്ന് പറയുന്നത് 5 to 6% ചോദിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ദിസ് ഇസ് ദി അനാലിസിസ് ഓഫ് അവർ എൻറ്റയർ സിലബസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഗേറ്റ് സിലബസ് പഠിക്കുന്ന സമയത്ത് വി ഹാവ് എ പർട്ടിക്കുലർ ഹൈറാർക്കി, ഒരു പ്രയോറിറ്റി ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. ആ ഓർഡറിലാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ കണ്ടോ, ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? എഞ്ചിനീയറിംഗ് മാത്സ്. അപ്പൊ നമ്മൾ പൊതുവെ ഗേറ്റ് എക്സാം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മാത്സ്. കാരണം ഇപ്പൊ എക്സാം നമുക്ക് എന്തായാലും ഫെബ്രുവരിയിൽ വരും. ഒരു 2 months മുന്നേ പഠിക്കാം എന്ന അസംഷനിൽ നമ്മൾ മാറ്റി വെക്കും. വിത്ത് അസംഷൻ എന്താണ്? വിത്ത് അസംഷൻ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. ഒരിക്കലുമല്ല. ഓക്കെ, നെവർ ഹാവ് ദറ്റ് അസംഷൻ. ബിക്കോസ് മാത്സ് എന്ന് പറയുന്നത് ഗേറ്റിന്റെ കേസിലും അല്ലെങ്കിൽ എന്തൊരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ പഠിക്കുമ്പോഴും വാട്ട് മാറ്റേഴ്സ് ഇസ് യുവർ സ്പീഡ്. നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ, യു ആർ 1 step ahead ഓഫ് ദി അതർ സ്റ്റുഡന്റ്. മനസ്സിലായോ? ദാറ്റ് ഈസ് വെയർ എവറിഥിങ് മേക്സ് ചേഞ്ച്. ഓക്കെ, മാത്സിൽ ആക്യുറസി ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് സ്പീഡ് ഇസ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേറ്റിൽ ചോദിക്കുന്ന ഒരു 1 mark, ഓക്കെ, 1 അല്ലെങ്കിൽ 2 mark മാക്സിമം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗിവൺ 3x3 മെട്രിക്സ്. ഓക്കെ, അതായത് ഗിവൺ എ 3x3 മെട്രിക്സ് ലൈക്ക് ദിസ്. ഓക്കെ, സം എലമെന്റ്സ് ഉണ്ട് ABC, DEF ആൻഡ് GHI. ഇങ്ങനെ ഒരു 3x3 മെട്രിക്സ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ മെട്രിക്സിന്റെ അവർ ചോദിക്കുകയാണ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് A. Okay, this is the matrix A ആണെങ്കിൽ you have to find the inverse of this matrix A. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാ വരുന്നത്? നമ്മുടെ പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു മൈനർ മെട്രിക്സ് കണ്ടുപിടിക്കും, പിന്നെ നമ്മളൊരു കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും, പിന്നെ നമ്മളൊരു അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കും ഇല്ലേ. എന്നിട്ട് അഡ്ജോയിന്റ് മെട്രിക്സ് ഈ A ഇൻവേഴ്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് പിന്നെയും കണ്ടുപിടിക്കണം. ഈ ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. 2x2 മെട്രിക്സിന് ഓക്കെ ഇറ്റ്സ് ഫൈൻ, വി ക്യാൻ സംഹൗ മാനേജ്. പക്ഷേ ഒരു 3x3 മെട്രിക്സിന്റെ കേസ് വരുമ്പോൾ കണ്ടോ,
വി ഹാവ് ടു ഹാവ് ഇത്രയും മെട്രിക്സസ് കണ്ടുപിടിച്ചാലേ മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന 4 സാധനങ്ങൾ നിങ്ങൾ ഒരു 3x3 മെട്രിക്സിനെ കണ്ടുപിടിച്ചാലേ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു 2 minutes 46 seconds ഇപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് എ ലെവൽ ഓഫ് കോൺഫിഡൻസ് യു ഹാവ് ടു ഹാവ് നിങ്ങൾ ഗേറ്റ് എക്സാമിന് പോകുന്ന സമയത്ത്. ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ റെപ്പിറ്റഡ്ലി മാത്സിന്റെ കേസിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ബേസിക്കലി ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുന്ന പോലെ നമ്മളിപ്പോ എന്താ പറഞ്ഞ, ഞാൻ പറഞ്ഞു 4 ഡിഫറെന്റ് പാർട്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. പക്ഷേ അതിന് പകരം വി ഹാവ് എ സിമ്പിൾ ഷോർട്ട് കട്ട്. ഓക്കെ, ഈ ഒരു ഒറ്റ മെട്രിക്സ് എടുത്തിട്ട് ഇതിന്റെ ഈ പറയുന്ന റോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എഴുതും, ഈ പറയുന്ന കോലം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്കൊരു വലിയ മെട്രിക്സ് കിട്ടത്തില്ലേ, ആ മെട്രിക്സിൽ വി ഡു എ സിമ്പിൾ ഓപ്പറേഷൻ. മനസ്സിലായോ? ഒരു സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ യു വിൽ ഡയറക്ട്ലി ലാൻഡ് ടു ദിസ് ആൻസർ. അപ്പൊ ഇതുപോലെയാണ് മാത്സിലെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടി. നമുക്കൊരു 3 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. വി ഹാവ് 3 ഇക്വേഷൻസ് 3 അൺനോൺ. കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയുണ്ട്? നമ്മൾ നോർമലി ചെയ്യുന്ന ക്രാമേഴ്സ് റൂള് ഇല്ലേ, അതുപോലെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഗോസ് എലിമിനേഷൻ, ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇതിൽ നിന്ന് ഏതാണ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കണം. അതിന് ഓരോന്നിനും ഒരു ഷോർട്ട് കട്ട്സ് പറഞ്ഞു തരും. അതിനാണ് നിങ്ങൾ ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഇസ് വൈ. Okay, but this is the deal with maths. ഇപ്പൊ മാത്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ see the subjects we have linear algebra, calculus, differential equation, probability and statistics. I know reason ഉണ്ട്, it is very important. As an easy student, this is very important to you. Then we have complex analysis and vector analysis. ഇല്ലേ, അപ്പൊ ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, എസ്പെഷ്യലി ദിസ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ടേം ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു അസ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മുടെ ഏറ്റവും വെയിറ്റേജ് കൂടിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോബിലിറ്റി ആണ്. റാൻഡം വേരിയബിൾ ആൻഡ് റാൻഡം പ്രോസസ്, വെരി ഇമ്പോർട്ടന്റ് സ്റ്റഫ് ഇല്ലേ. ദാറ്റ് ഇസ് ഇപ്പൊ നമ്മുടെ ഈവൻ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയും വി ഹാവ് നോയ്സ്, വൈറ്റ് നോയ്സ് നമ്മൾ പറയും, അല്ലെങ്കിൽ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ്, AWGN നോയ്സ് നമ്മൾ പറയാറുണ്ട്. ആ ഗോഷ്യൻ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ്, ഈ ഗോഷ്യന്റെ മീനിങ് എന്താണെന്ന് അറിയാവോ? ആ നോയ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി മോഡൽഡ് ആസ് എ ഗോഷ്യൻ സിഗ്നൽ. ഈ ഗോഷ്യൻ സിഗ്നൽ എന്താണെന്ന് അറിയാവോ? ഇതിനെ ഒരു ഗോഷ്യൻ പ്രോസസ് എന്നും പറയും. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റാൻഡം പ്രോസസ് പോലത്തെ സംഭവമാണ്. നമ്മൾ റാൻഡം വേരിയബിൾ ഒക്കെ പഠിക്കും. മനസ്സിലായോ? സോ എനിവേ, ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് സ്റ്റഫ് ആണ് വെൻ വി ഡീൽ വിത്ത് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മാത്സിലെ പ്രോബിലിറ്റി നിങ്ങൾ ഇവിടെ ക്ലിയർ ആക്കിയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു വെൻ യു ലേൺ കമ്മ്യൂണിക്കേഷൻ. Fine. So that is about or engineering maths ഒരു 15% weight വരും. So നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ never skip this. ഓക്കെ, നിങ്ങൾ ഗേറ്റിന് പഠിച്ചു തുടങ്ങുമ്പോൾ, അതായത് ഇന്ന് തൊട്ട് നമ്മുടെ കറക്റ്റ് ടൈം പഠിക്കേണ്ട ആ ഒരു നിങ്ങൾക്ക് സമാധാനമായിട്ട് പഠിക്കണമെങ്കിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന ജൂൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജൂണില് നിങ്ങൾ കോർ സബ്ജക്ട്സ് പാരലി പഠിക്കുക, പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മാത്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സബ്ജക്ട് വരുന്നത് വി ഹാവ് നെറ്റ്വർക്ക് തിയറി ഇല്ലേ. വൈ നെറ്റ്വർക്ക് തിയറി? നെറ്റ്വർക്ക് തിയറിയും ഈ പറയുന്ന പോലെ സ്റ്റുഡൻസ് S3 നിങ്ങൾ ഇത് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്ട് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റീസ്. പക്ഷേ നോർമലി കുട്ടികൾ എന്താണ്, ദേ സീ ദാറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, നോർമലി സപ്ലി വരുന്ന ഒരു പേപ്പർ ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്റെ റീസൺ ഇസ് ദാറ്റ് നിങ്ങൾ ഫണ്ടമെന്റലി അത് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിൾ ആയിട്ടൊരു വോൾട്ടേജ് വരാണ്, ആ കറണ്ട് വരാണ്. ഈ ഒരു വോൾട്ടേജ് ഒരു ബാറ്ററിൽ പോയിന്റ് കൊടുത്താൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാം. ഒരു റെസിസ്റ്റന്റ് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് സൈൻ കൺവെൻഷൻ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ ഫണ്ടമെന്റലി നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് കോൺസെപ്റ്റ്സ് കാരണമായിരിക്കും നിങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ ഫോർ ഗേറ്റ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, വി സ്റ്റാർട്ട് ഫ്രം ദി ഫണ്ടമെന്റൽ. അതിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ഫോർ യു. അതെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹൗ യു ലേൺ എന്താണ് യൂണിവേഴ്സിറ്റി എക്സാം. നെറ്റ്വർക്ക് തിയറി ഫോർ ഗേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ബേസിക്സിൽ നിന്ന് പഠിക്കും. ഓക്കെ, സോ അതിന്റെ നമ്മൾ സിലബസ് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അല്ലെ. എന്താണ് നമ്മൾ ആദ്യം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഹാർട്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്നത് നോഡ് ആൻഡ് മെഷ് അനാലിസിസ്. അപ്പൊ അവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. Then we'll learn about the different network theorems like superposition, Thevenin's theorem, Norton's theorem, അങ്ങനെ കുറെ തിയറംസ് വെച്ച് പഠിക്കും. പിന്നെ വരുന്ന ടോപ്പിക് ആണ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആൻഡ് ട്രാൻസിയന്റ് അനാലിസിസ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. ഓക്കെ, ഒരു ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഈ പറയുന്ന ഏരിയയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഉണ്ടാവും. ദാറ്റ് ഈസ് ഹൗ ഇമ്പോർട്ടന്റ് ദാറ്റ് സെക്ഷൻ ഇസ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ചെയ്യും.
of some circuits like RLRC and RLC. That also will do. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു നെറ്റ്വർക്ക് ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കും. അതേപോലെ എന്താണ് നമ്മൾ ടു പോർട്ട് നെറ്റ്വർക്ക്, അതിന്റെ പാരാമീറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസഡ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, ABCD പാരാമീറ്റർ, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ടു പോർട്ട് നെറ്റ്വർക്ക്സിന്റെ ഓപ്പറേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടു പോർട്ട് നെറ്റ്വർക്കിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ടിനെയൊക്കെ കൊടുക്കുന്ന, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ആണ് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ. അതിനെ പറ്റിയും പഠിക്കണം. പിന്നെ വൺ മോർ സെക്ഷൻ ഇസ് ദയർ. അത് നിങ്ങൾ ഇപ്പം മേ ബി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം അത് പണ്ടത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സെക്ഷനാണ്, സംതിങ് കോൾഡ് ആസ് ഗ്രാഫ് തിയറി. പക്ഷെ അത് സാഡ്ലി നമുക്ക് ഗേറ്റിനുള്ള ഒരു കണ്ടന്റ് ആണ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് ആണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഗ്രാഫ് തിയറി. ഓക്കെ, അപ്പൊ ഗ്രാഫ് തിയറിയിൽ നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ്, ഡയറക്റ്റഡ് ഗ്രാഫ്സ്, എന്താണ് ട്രീ എന്ന് പറയുന്നത്, ഇൻസിഡന്റ് മെട്രിക്സ്, ടൈസെറ്റ് മെട്രിക്സ്, അങ്ങനെ കുറെ പഠിക്കും. അത് ബേസിക്കലി ഒന്നുമില്ല, വി ഹാവ് എ നെറ്റ്വർക്ക് ഇമാജിൻ ചെയ്യുക. ആ നെറ്റ്വർക്കിനെ ഞാൻ ഒരു ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാണ്, മനസ്സിലായോ? എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ടൈസെറ്റ് മെട്രിക്സും ഈ പറയുന്ന വോൾട്ടേജും കറണ്ടും പവറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഏരിയ ആണ് ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്, വിച്ച് ഓൾസോ അതും നമ്മൾ കവർ ചെയ്യും. Okay, so that is about network theory. Network theory ആണ് the very fundamental subject of our core exam. നമ്മുടെ കോർ എന്താണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ്വർക്ക് തിയറി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എളുപ്പമായിരിക്കും, അനലോഗ് സർക്യൂട്ട് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം അനലോഗ് സർക്യൂട്ടിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ഒരു ഡയോഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡയോഡ് ഉള്ള ഒരു സർക്യൂട്ട് എടുക്കുകയാണ്, നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മളൊരു അപ്രോക്സിമേഷൻ സർക്യൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും, മനസ്സിലായി. അതുപോലെ BJT സർക്യൂട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും, നമ്മൾ AC ആൻഡ് DC അനാലിസിസ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തറിയണം, സർക്യൂട്ട് എന്താണ് എന്നറിയണം, അല്ലെ? ഒരു സർക്യൂട്ട് തരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പറ്റണം എന്നറിയണം, അല്ലെ? അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് തിയറി ആദ്യം നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ആണ്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് തിയറി നമ്മുടെ ഫണ്ടമെന്റൽ സബ്ജക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. കാരണം അനലോഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ യൂസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം. അത് എവിടെ ഉപയോഗമാവും, നിങ്ങൾ സിഗ്നൽസ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഒത്തിരി തിയറംസ് പഠിക്കും. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫണ്ടമെന്റൽ സബ്ജക്ട്. പിന്നെ നമുക്ക് വരുന്ന എന്താണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അല്ലെ? എഗെയിൻ നെറ്റ്വർക്ക് തിയറിയുടെ ഏറെക്കുറെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും, കാരണം ട്രാൻസ്ഫോംസിന്റെ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഈ സബ്ജക്ട് തരുമ്പോൾ ബേസിക്കലി എന്താണ്, വി ആർ ഡീലിംഗ് വിത്ത് ട്രാൻസ്ഫോംസ്. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ കുറെ ട്രാൻസ്ഫോം കൂടെ പഠിക്കും. എന്തൊക്കെയാണ്, ഫൊറിയർ സീരീസ് പഠിക്കും. ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഫൊറിയർ സീരീസ് ആണ്. അതിൽ നിന്ന് വി ഫൗണ്ട് ഔട്ട് ഫൊറിയർ ട്രാൻസ്ഫോം. അതിൽ നിന്ന് ദി ഫൗണ്ട് ഔട്ട് എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇതെല്ലാം കണ്ടിന്യൂസ് ഡൊമൈനിലുള്ള ട്രാൻസ്ഫോംസ് ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കും, നമ്മൾ ഡിസ്ക്രീറ്റ് ഡൊമൈനിലേക്ക് കയറിയിട്ട് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം, അതേപോലെ ഇസഡ് ട്രാൻസ്ഫോം, പിന്നെ സംതിങ് കോൾഡ് ആസ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോംസ് നമ്മൾ പഠിക്കും. അപ്പൊ ഈ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ ആയിരിക്കത്തില്ല നിങ്ങൾ വീട്ടൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നത്. അണ്ടർ ദ സബ്ജക്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്, DSP എന്നൊരു സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുന്നത്, ഇല്ലേ? അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എന്താണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. അപ്പൊ അവിടെ നമുക്ക് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഇവിടെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, LTI സിസ്റ്റംസിനെ പറ്റി പഠിക്കും. ഓക്കെ, അതിന്റെ സ്റ്റെബിലിറ്റി എന്താണ്, അങ്ങനത്തെ കുറെ പ്രോപ്പർട്ടീസ് പഠിക്കും. പിന്നെ വേറെ കുറെ ഫ്രീക്വൻസി റെസ്പോൺസ് പോലത്തെ പാരാമീറ്റേഴ്സും വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയുകയാണെങ്കിൽ നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം സബ്ജക്റ്റിൽ വരുന്നത്, അല്ലെ? സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ വി നോ ദാറ്റ് ഈ ഓരോ ട്രാൻസ്ഫോംസിന്റെ അകത്ത് നമുക്ക് ലിറ്ററലി ഒരു 10 to 12 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ള പോലെ ഇതിൽ ഡെറിവേഷൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഓരോ പ്രോപ്പർട്ടിയുടെയും ആപ്ലിക്കേഷൻ ലെവൽ, ഒരു ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ തന്നാൽ, ഗിവൺ എ ഫംഗ്ഷൻ x of t equal to 2 cos square omega t എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നാൽ, ഓക്കെ, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അവർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് x of s, മനസ്സിലായോ? അല്ലെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദി ഫൊറിയർ ട്രാൻസ്ഫോം x of omega. അങ്ങനെയാണെങ്കിൽ ഇതിനെ കൺവെൻഷണൽ മെത്തേഡിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം, അല്ലെ, നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ട്സ് വെച്ച്, പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഷോർട്ട് കട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഷോർട്ട് കട്ട്സ് വെച്ച് എങ്ങനെ നമുക്ക് ഇതിനെ ട്രാക്ക് ചെയ്ത് സൊല്യൂഷനിലോട്ട് എത്താം എന്നറിയണം. അപ്പൊ അതിനെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചാലേ പറ്റൂ, മനസ്സിലായോ? കാണാണ്ട് പഠിക്കരുത്. ഗേറ്റിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ ആവശ്യം വരുന്നില്ല, അല്ലെ? നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പ്രോപ്പർട്ടി തരുമ്പോൾ ആ പ്രോപ്പർട്ടി എന്താണ് ചെയ്യുന്നത് അതിന്റെ വർക്കിംഗ് പഠിക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏത് പ്രോപ്പർട്ടി വർക്ക് ആവുമെന്ന് നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലാണ്ട് പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, നമ്മൾ ആ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലോ കിട്ടും കേട്ടോ, നമുക്ക് മനസ്സിലാവും അത്. അപ്പൊ ഇതാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സബ്ജക്ട് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്.
ഓക്കെ, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഗേറ്റിന്റെ കേസിൽ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ്. ആൻഡ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ വി ആർ ലിറ്ററലി ഡീലിംഗ് വിത്ത് സിസ്റ്റംസ് അല്ലെ. നമ്മൾ തൊട്ട് മുന്നത്തെ സബ്ജക്റ്റിൽ എന്താണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ നമ്മൾ സിസ്റ്റം എന്താണെന്ന് പഠിക്കും. സിസ്റ്റം എന്താണ്, സിസ്റ്റം ഇസ് സംതിങ്. ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റമിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും ആൻഡ് വി ഹാവ് എൻ ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലെ. ആൻഡ് ദി സിസ്റ്റം വിൽ കൺട്രോൾ ഈ പറയുന്ന ഔട്ട്പുട്ട് അല്ലെ. ഈ ഔട്ട്പുട്ട് റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് നമ്മുടെ സിസ്റ്റം. മനസ്സിലായോ? അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഈ സിസ്റ്റം പാരാമീറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് സിസ്റ്റം. ഇനി എപ്പോഴാണ് അതൊരു കൺട്രോൾ സിസ്റ്റം ആവുന്നത്, നമ്മൾ ഈ ഔട്ട്പുട്ടിനെ എടുത്ത് ഞാനൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ബാക്ക് ടു ഇൻപുട്ടിൽ കണക്ട് ചെയ്താൽ ഈ ഔട്ട്പുട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ലിറ്ററലി എന്താ ചെയ്യുന്നത്, ഈ ഔട്ട്പുട്ടിനെ ഞാനൊരു ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്താൽ ഈ ഔട്ട്പുട്ടിനെ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എന്താണ് ഒരു AC പോലെ, നമ്മളെ റൂമിലേക്ക് നമ്മൾ AC വെച്ചേക്കത്തില്ലേ, അതെന്താ ചെയ്യുന്നത്, ഒരു ACയുടെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് X of t എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മൾ എന്താണ്, ഇതൊരു കൂളിംഗ് ഫാക്ടർ ആണ്. X of t ആണ് നമ്മുടെ കൂളിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ Y of t എന്താണ്, Y of t എന്ന് പറയുമ്പോൾ ഒരു സെൻസിങ് ഫാക്ടർ ആണ്. അതിപ്പോ സെൻസ് ചെയ്യും. റൂമിലെ ACയുടെ ആ ഒരു കൂളിംഗ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. അത് കാരണം നമുക്ക് കൂളിംഗ് കൂട്ടാൻ പറ്റും. ഇനി കൂളിംഗ് ഒരുപാട് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ Y of t എന്ത് ചെയ്യും, അത് സെൻസ് ചെയ്യുമ്പോൾ ഓക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്, അതിന്റെ കൂളിംഗ് ഒത്തിരി കൂടിപ്പോയി. അപ്പൊ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മളൊരു സിഗ്നൽ ഇവിടെ കൊടുക്കും. അത് കാരണം X of t എന്ന് പറയുന്ന കൂളിംഗ് കുറയും. മനസ്സിലായി? സോ Y of t ബിക്കംസ് അവർ സെൻസിങ് എലമെന്റ് ആൻഡ് X of t എന്തായിട്ട് മാറും, അതിന്റെ കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിട്ട് മാറും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഫോർ കൺട്രോൾ സിസ്റ്റം അല്ലേ. നമ്മുടെ മിക്ക എംബഡഡ് സിസ്റ്റം വരുന്ന നമ്മുടെ എലമെന്റ്സ്, നമ്മുടെ മെഷീൻസും വർക്ക് ചെയ്യുന്നത് വിത്ത് ഇതുപോലത്തെ ഒരു കൺട്രോളിംഗ് ഫാക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ സബ്ജക്റ്റില് നിങ്ങൾ ബിടെക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഗ്രാഫ് വരും അല്ലെ. ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതുപോലെ നമുക്ക് ഒരു ബോഡി പ്ലോട്ട് നിങ്ങൾ വരയ്ക്കാറുണ്ട്, റൂട്ട് ലോക്കസ് പ്ലോട്ട് പഠിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ബിടെക്കിൽ പഠിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് പോളാർ പ്ലോട്ട്, അതും നമുക്ക് ഇവിടെ പഠിക്കണം. ഓക്കെ, അതേപോലെ നൈക്വിസ്റ്റ് പ്ലോട്ട് വരും. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത്, പക്ഷെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് മനസ്സിലാവും. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു ഗ്രാഫ് പേപ്പർ, ഈ ബോഡി പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സെമിലോ ഗ്രാഫ് എടുത്തിട്ട് അതില് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കും, പിന്നെ ഫേസ് പ്ലോട്ട് വരയ്ക്കും അല്ലെ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫേസ് മാർജിനും ഗെയിൻ മാർജിനും ഒക്കെ കണ്ടുപിടിച്ചാണ് സോൾവ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ ആ ഒരു ബോഡി പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര ടൈം എടുക്കുന്നത് അല്ലെ. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എടുക്കത്തില്ലേ. അതാണ് കാരണം അവിടെ യൂണിവേഴ്സിറ്റിക്ക് 15 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, പക്ഷെ ഗേറ്റിനോ മാക്സിമം 2 മാർക്ക്. അപ്പൊ ഈ പറയുന്ന ഒരു ബോഡി പ്ലോട്ടിന്റെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബോഡി പ്ലോട്ട് യൂസ് ചെയ്ത് അവർ ഫേസ് മാർജിൻ ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരും. പക്ഷെ നമ്മൾ 2 മിനിറ്റിൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്ന് നമ്മളിവിടെ പഠിപ്പിക്കും. ആ രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ അതർ ക്രൈറ്റീരിയ. പിന്നെ വെരി ഇമ്പോർട്ടന്റ് അനദർ വൺ സ്റ്റഫ് ആണ്, ഞാൻ പറയാണ്ടിരുന്നാൽ പോലും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ആൻഡ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ. ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നേക്കും, യു ഹാവ് ടു സിംപ്ലിഫൈ ഇറ്റ്. എഗെയിൻ അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു 12 to 15 റൂൾസ് നിങ്ങൾ കാണാണ്ട് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ അവിടെ സോൾവ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെ. ഒരു മൂവിംഗ് പോയിന്റിനെ എടുത്തിട്ട് ഒരു ബ്ലോക്കിന്റെ ഇപ്പുറത്തോട്ട് ഇട്ടാൽ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഗെയിൻ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്. ഒരു സമ്മിങ് പോയിന്റിനെ എടുത്ത് ഇപ്പുറത്തിട്ടാൽ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ദാറ്റ് ഇസ് എ വെരി റോങ് മെത്തേഡ് ടു സ്റ്റഡി. കാരണം റൂൾസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ സ്വയമായിട്ട് എഴുതാൻ പറ്റും എന്ന രീതിയിൽ ഐ വിൽ പ്രിപ്പയർ യു ഫോർ ദാറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് മൈ ഗ്യാരണ്ടി. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ആ റൂൾസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഈവൻ എത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഒരു ബ്ലോക്ക് തന്നാലും അതിനെ എത്ര പെട്ടെന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വിത്ത് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എഴുതാൻ പറ്റുമെന്ന് ഐ വിൽ ടീച്ച് യു. ഓക്കെ, ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് അവർ കൺട്രോൾ സിസ്റ്റം സബ്ജക്ട്. പിന്നെ നെക്സ്റ്റ് സബ്ജക്ട് വരുന്നതാണ് ഡിജിറ്റൽ സർക്യൂട്ട്. അപ്പൊ ഡിജിറ്റലിൽ ചോദിക്കുന്ന, പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഡിജിറ്റലിൽ ചോദിക്കുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് സ്റ്റഫാണ് പ്രൈം ഇംപ്ലിക്കന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം ഇംപ്ലിക്കന്റ് എന്ന് പറയുന്നത് ഞാൻ ഓർമ്മ വന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ. സോ ഡിജിറ്റൽ സർക്യൂട്ട്സ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് എന്താണ്, വി ആർ ഡീലിംഗ് വിത്ത് ബൈനറി സിഗ്നൽസ് വിത്ത് 0 and 1s അല്ലെ. 1s and 0s വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പിന്നെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നേക്കും, ലൈക്ക് എ ഫംഗ്ഷൻ ഇൻ a, b which will be a bar b plus a bar b bar എന്നൊരു ഫംഗ്ഷൻ പ്ലസ് എന്താണ് വേറെ സംഭവം കൂടെ ഉണ്ട്, a b bar തന്നേക്കാണ്. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് റെഡ്യൂസ് ഫോമിൽ എഴുതാം.
ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇവിടെ നമുക്ക് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ട് റൂൾസ് പഠിക്കേണ്ട ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു റൂൾസ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് എങ്ങനെ ഇതിനെ ഒരു റെഡ്യൂസ്ഡ് ഫോമിലായിട്ട് എഴുതാൻ പറ്റും എന്ന് നിങ്ങൾ പഠിക്കണം. സോ ഇത് ചെയ്യുന്നത് നമ്മൾ ആ ബോഡി പ്ലോട്ട് ഒക്കെ ചെയ്യുന്ന പോലെയാ. ഒത്തിരി സ്റ്റെപ്സ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ 2 സ്റ്റെപ്പിൽ തീർക്കാനും പറ്റും. ആ 2 സ്റ്റെപ്പിൽ എങ്ങനെ തീർക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഡിജിറ്റലിലെ 2 ടൈപ്പ് ഓഫ് സർക്യൂട്ട്സിനെ പറ്റി പഠിക്കും, കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്. ഇതിൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സർക്യൂട്ട്സ് വിച്ച് ഡസന്റ് ഹാവ് എ മെമ്മറി. ഒരു മെമ്മറി വരുമ്പോൾ അത് എന്തായിട്ട് മാറും? അതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആയിട്ട് മാറും. പിന്നെ നമ്മൾ ഡേറ്റ കൺവേർട്ടർ സർക്യൂട്ട്സിനെ പറ്റി പഠിക്കും. ദെൻ മെമ്മറീസിനെ പറ്റി പഠിക്കും. ഡിജിറ്റലിൽ നോർമലി വരാത്തൊരു കാറ്റഗറിയാണ് ഈ ഒരു സെക്ഷൻ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ അവിടെ പഠിക്കുന്നതാണ് ഈ മെമ്മറീസിനെ പറ്റി. റാം, റോം, എസ് റാം, ഡൈനാമിക് റോം അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ വി ഹാവ് ടു ലേൺ അബൌട്ട് എന്താണ് മൈക്രോ പ്രോസസർ. മനസ്സിലായോ? മൈക്രോ പ്രോസസർ ആണ് നമ്മുടെ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസറിനെ പറ്റിയും 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം സിമ്പിൾ അവരെന്ത് ചോദിക്കും, ഒരു സിമ്പിൾ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഒരു എൻറ്റിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും, ഫൈനലി ഒരു വേരിയബിളിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ടു ലേൺ ദീസ് മൈക്രോ കൺട്രോളേഴ്സ് ഓൾസോ. അതുപോലെ തന്നെ ഇസ്രോയുടെ എക്സാം ഇപ്പൊ വിളിച്ചിട്ടുണ്ടല്ലേ, ISROയുടെ എക്സാം ഇപ്പം സയന്റിസ്റ്റ് പോസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അതിൽ ഈസിക്ക് തന്നെ ഏറെക്കുറെ 115 വേക്കൻസീസ് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാജിൻ ദ കൈൻഡ് ഓഫ് വേക്കൻസീസ് യു ഹാവ്. അപ്പൊ എനിവേ ഈ എക്സാംസ് രണ്ടും ഗേറ്റിന്റെ ആയാലും ഇതിന്റെ ആയാലും ഏറെക്കുറെ ഒരേ ടൈമിലായിരിക്കും വരാൻ പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ പ്രിപ്പയർ വിത്ത് സെയിം സിലബസ് അല്ലെ, ഗേറ്റിന്റെയും ISROയുടെയും ഏറെക്കുറെ സെയിം സിലബസ് ആണ്. യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ എന്താണ് യൂസിങ് ദ സെയിം സ്റ്റഫ്. അപ്പോൾ ISROയുടെ കേസിലാണെങ്കിൽ ഈ മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളർ ഏരിയ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അവർക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ സിസ്റ്റം, മൈക്രോവേവ് ആൻഡ് റേഡാർ എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വി കൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ്. ഈ വെയിറ്റേജിൽ ഡിഫറൻസ് ഉണ്ടാവും. ഗേറ്റിന്റെ സിലബസിലും ISRO എക്സാമിന്റെയും വെയിറ്റേജില് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഓൺ ഡിജിറ്റൽ സർക്യൂട്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് അനലോഗ് സർക്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് തിയറിയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വിൽ സ്റ്റഡി അബൌട്ട് ഡയോഡ്, ആംപ്ലിഫയർ, അതേപോലെ ഓപാം സർക്യൂട്ട്. ഈ 3 പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആംപ്ലിഫയറിന്റെ അകത്ത് തന്നെ, ഇപ്പൊ ഡയോഡിന്റെ അകത്ത് തന്നെ നമുക്ക് BJT വരുന്നുണ്ട്, FET സർക്യൂട്ട്സ് വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് ഇതിന്റെയൊക്കെ എന്താണ് ഇക്വലന്റ് ലീനിയർ അപ്രോക്സിമേഷൻ എങ്ങനെ ചെയ്യണം, അനാലിസിസ് എങ്ങനെ ചെയ്യണം. ഓക്കെ, ഒരു സർക്യൂട്ട് തരാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ BJTയുടെ കളക്ടർ ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള കറണ്ടിന്റെ വാല്യൂ എത്രയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ആ ലെവലില് സർക്യൂട്ടൽ രീതിയിൽ നമുക്ക് ലൂപ്പ് ഇക്വേഷൻ ഒക്കെ എഴുതി സോൾവ് ചെയ്യാൻ പഠിക്കണം. ദാറ്റ് ഇസ് അബൌട്ട് അനലോഗ് സർക്യൂട്ട്, അനദർ ഇമ്പോർട്ടന്റ് സബ്ജക്ട്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പൊ ഈ ഇലക്ട്രോണിക് ഡിവൈസും തൊട്ട് മുന്നേ പറഞ്ഞ അനലോഗ് സർക്യൂട്ടും ഏറെക്കുറെ എന്താണ് സിമിലർ കണ്ടന്റ് ആണ്, പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയാണ് ഡിഫറൻസ് വരുന്നത്. അനലോഗ് സർക്യൂട്ടില് നമ്മൾ ഡയോഡിന്റെ ഡയോഡിനെ എങ്ങനെ ഒരു സർക്യൂട്ടൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാ പഠിക്കുന്നത്. പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസിൽ വന്നിട്ട് ഒരു ഡയോഡ് തന്നേക്കാണെങ്കിൽ ആ ഡയോഡിന്റെ അകത്തുള്ള കാരിയേഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, കാരിയർ ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്താണ്, അല്ലെ, അവിടുത്തെ ബ്രേക്ക് ഡൗൺ ഫിനോമിനൻ എന്താണ്, ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായി? അപ്പൊ പഠിക്കുന്ന രീതിയിലാണ് ഡിഫറൻസ് വരുന്നത്. അനാലിസിസ് രീതിയിലും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ വി ആർ ലേണിംഗ് അബൌട്ട് ദ സെയിം തിങ്. ഇവിടെയും നമ്മൾ ഡയോഡ് പഠിക്കും, നമ്മൾ BJT പഠിക്കും, മോസ്ഫെറ്റ് പഠിക്കും, മോസ് കപ്പാസിറ്റർ എന്നൊരു കണ്ടന്റ് ഉണ്ട്. എഗെയിൻ വെരി ഇമ്പോർട്ടന്റ് സ്റ്റഫ് ആണ്. ഗേറ്റിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആണ് ചോദിക്കാൻ പറ്റുന്നത്, മോസ് കപ്പാസിറ്റർ. ഓക്കെ, അതേപോലെ സെമി കണ്ടക്ടർ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് അബൌട്ട് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇനി നെക്സ്റ്റ് സബ്ജക്ട് വരുന്നതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് എന്താണ്? മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലെ, വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ്. മാക്സ്വെൽസ് ഇക്വേഷന്റെ അകത്ത് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കും, ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസും പഠിക്കും. ഓക്കെ, അത് വെച്ചിട്ട് എപ്പോഴും ഗേറ്റിന് ചോദിക്കാറുള്ള ഒരു, ഗേറ്റിൽ നിന്നല്ല പൊതുവെ എല്ലാ കോർ എക്സാംസിനും ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കും. പിന്നെ എന്താണ് ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് നമ്മൾ എന്താ പഠിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ പറ്റി പറയുന്നത് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ 3D സിഗ്നൽ. ആ 3D സിഗ്നലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ഫേസ്, അതിന്റെ വെലോസിറ്റി, സ്പീഡ്, ഇതിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ സിഗ്നലില് അത് ഈ സിഗ്നലിൽ കടന്നു പോകണമെങ്കിൽ ആ ഒരു ഒരു മെറ്റീരിയൽ ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാസിംഗ് മെറ്റീരിയൽ വേണം. ഇല്ലേ, വെള്ളം പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പൈപ്പ് വേണം. അതുപോലെ ഈ സിഗ്നൽ പാസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് സച്ച് എൻ എൻറ്റിറ്റി എൻക്ലോസിങ് ഇറ്റ്. അതാണ് ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈൻ, വേവ് ഗൈഡ്സും ആന്റിനയും. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും.
ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിന വരും, ട്രാൻസ്മിഷൻ ലൈൻ, ഇതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഓക്കെ, സോ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ പറയുന്ന ബാക്കി എല്ലാ സബ്ജക്ട്സും പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടമെന്റൽ ബേസ് കിട്ടും. അത് കിട്ടിയിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. ഓക്കെ, എഗെയിൻ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ദ ലാസ്റ്റ് സബ്ജക്ട് എന്താണ്? ഇസ് കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ വി ഹാവ് 3 സബ്ജക്ട്സ്. We have digital communication, we have analog communication and information theory and coding. ഈ 3 സബ്ജക്ട്സിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ ഫൗണ്ടേഷൻ വേണം? പ്രോബിലിറ്റിയുടെ ഫണ്ടമെന്റൽ വേണം. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ പഠിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ കിട്ടിയിരിക്കും. അത് വെച്ചിട്ട് വിൽ മൂവ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ പറയുന്ന ഹാമിംഗ് കോഡ്, പാരിറ്റി, എറർ കൺട്രോൾ കോഡ്, സിൻഡ്രോം ഡിറ്റക്ഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോ ഇതായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ടോപ്പിക്കാണ് ഇൻ ഗേറ്റ് സിലബസ്. പിന്നെ ഫൈനലി വരുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാ ടോപ്പിക്സ് വരുന്നത്, അതിന്റെ സബ്സെക്ഷൻസ് വരുന്നത്? വെർബൽ ആപ്റ്റിറ്റ്യൂഡ് വരാം, ക്വാണ്ടിറ്റേറ്റീവ് വരാം, അനലിറ്റിക്കൽ വരാം, സ്പേഷ്യൽ വരാം. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റി പ്രൂവ് ചെയ്യേണ്ടത് വിത്ത് യുവർ അഗെയിൻ സ്പീഡ് ആൻഡ് ആക്യുറസി ആണ് അല്ലെ. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് പൊതുവേ ഒരു 2 years ബാക്ക് വരെ ഒരുവിധം കുട്ടികൾക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ അറ്റ്ലീസ്റ്റ് 9 മാർക്കെങ്കിലും കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഓവർ ദ 2 years ആപ്റ്റിറ്റ്യൂഡ് പോലും അവർ അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവലിലാണ് ഇടുന്നത്. മനസ്സിലായോ? അപ്പൊ എഗെയിൻ യു നീഡ് ടു ഹാവ് എ പ്രാക്ടീസ്. നിങ്ങൾ ബ്ലണ്ട് ആയിട്ട് എഴുതാൻ പോരുത്, ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടേ പോവാവൂ. ഓക്കെ, അപ്പൊ അതിലും ഈ മാത്സ് പറയുമ്പോഴാണ് വി നീഡ് ടു ഹാവ് ഷോർട്ട് കട്ട്സ് അല്ലെ. ഒത്തിരി ഷോർട്ട് കട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ സ്പീഡ് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലാവും, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ എങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു അത്രയും കൂടുതൽ ടൈം നിങ്ങൾക്ക് നമ്മുടെ കോർ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് സ്റ്റഫ്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസിന്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇതിൽ എന്തെങ്കിലും കൺസേൺ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ദ ചാറ്റ് ബോക്സ് ഇസ് ഓപ്പൺ ടു യു, യു കൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. അടുത്തത് നമ്മളിപ്പോ നമ്മുടെ സബ്ജക്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, anything to ask? Okay, okay, fine, thank you. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്കിപ്പോ മനസ്സിലായല്ലേ നമ്മുടെ സബ്ജക്ട്സും അതിന്റെ വെയിറ്റേജിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, സോ അപ്പൊ ഒഫീഷ്യലി വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ സിലബസ് ഇയർ അല്ലെ. കാരണം ഒരു ഗ്ലിംസ് കിട്ടണം നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ കോഴ്സ് പ്ലാൻ എങ്ങനെയാണ്, ഒരു ഇപ്പം പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ആർ ബിഗിനിങ് ലെക്ചർ 1 ഹിയർ. സോ നമ്മുടെ ആ സബ്ജക്റ്റിന്റെ ഓർഡർ കണ്ടതനുസരിച്ച് ഫസ്റ്റ് സബ്ജക്ട് എന്താ വരുന്നത്? നെറ്റ്വർക്ക് തിയറി. അപ്പൊ അത് വെച്ചാൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ആർ കിക്ക് സ്റ്റാർട്ടിങ് വിത്ത് ദി നെറ്റ്വർക്ക് തിയറി. അപ്പൊ ഇതിന്റെ സിലബസ് നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ. അപ്പോൾ ലിറ്ററലി ഈ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റില് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗിവൻ എനി സർക്യൂട്ട്, ഓക്കെ, എന്തൊരു സർക്യൂട്ട് ഇങ്ങനെ തന്നാലും, ഐ എം ജസ്റ്റ് ഡ്രോയിങ് 1 സർക്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു സിമ്പിൾ ഒരു സർക്യൂട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഈ സർക്യൂട്ടില് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതൊരു റെസിസ്റ്റൻസ് R1 ഉം ഇത് R2 ആൻഡ് ദിസ് ഇസ് R3 എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഫൈൻഡ് ദി വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ പവർ അക്രോസ്. പവർ എന്ന് ഞാനിപ്പോ എലമെന്റിന്റെ കേസ് പറയുന്നില്ല, ഈ R3 എന്ന് പറയുന്ന റെസിസ്റ്റന്റ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജോ കറണ്ടോ കണ്ടുപിടിക്കുക യൂസിങ് എനി മെത്തേഡ്, ദാറ്റ് ഇസ് അപ് ടു യു. മനസ്സിലായി? ചില ക്വസ്റ്റ്യൻ അവർ സ്പെസിഫൈ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന സർക്യൂട്ടില് ഈ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന പവർ എത്രയാണ് എന്ന് ചോദിക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ നെറ്റ്വർക്കിൽ വരാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് തിയറി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അല്ലാത്ത ബാക്കി എല്ലാത്തിലും എന്താണ്? ഇതാണ് അവർ ചോദിക്കാൻ പോകുന്നത്. ഒരു നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കറണ്ട് പവർ എത്രയായിരിക്കും? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ നെറ്റ്വർക്ക് തിയറി ലിറ്ററലി പറഞ്ഞാൽ. പക്ഷെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. വി വിൽ ബിഗിൻ വിത്ത് എന്താണ്? നമ്മൾ ബേസിക് ആയിട്ടുള്ള കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ, പിന്നെ കിർച്ചോഫ് ലോസ് നമ്മൾ പഠിക്കും ഇല്ലേ, പിന്നെ നെറ്റ്വർക്ക് തിയറംസ് നമ്മൾ പഠിക്കും, പിന്നെ ഇതൊരു 2 പോയിന്റ് നെറ്റ്വർക്ക് ആവുന്ന സമയത്ത് അവിടെ എന്തൊക്കെ വെച്ച് സോൾവ് ചെയ്യാന്ന് പഠിക്കും. അങ്ങനെ നമ്മൾ പല രീതിയാണ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായി? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് രീതി, ഏത് തിയറം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഐഡിയ ക്ലിക്ക് ആവണം. അതിനെന്താ വേണ്ടത്? പ്രാക്ടീസ്. പ്രാക്ടീസ് ഇസ് ദി വൺ ആൻഡ് ഓൺലി തിങ് യു നീഡ് ഫോർ, വൺ ആൻഡ് ഓൺലി തിങ് അല്ല, one major thing among many other things you need for GATE.
അല്ലെ? പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആസ് വി ഗോ ത്രൂ ദ ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ മെറ്റീരിയൽ തരും കേട്ടോ. ഫോർ ദിസ് കോഴ്സ് യു വിൽ ബി ഓഫേർഡ് വിത്ത് മെറ്റീരിയൽസ്. അതല്ലാണ്ടും നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് വേണം അല്ലെ? ഓൺലൈനിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും, അല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്സ് നല്ല പബ്ലിഷേഴ്സിന്റെ ബുക്ക് വാങ്ങി വെക്കുക, അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓൾസോ വിൽ ഗിവ് യു ടെസ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് തരും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഓരോ ടോപ്പിക് വൈസ് കഴിയുമ്പോഴും അതിന് കറസ്പോണ്ടിങ് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഓരോ ടോപ്പിക് പഠിപ്പിക്കത്തില്ലേ, ആ ടോപ്പിക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗോ ഹോം, ടേക്ക് എ ബുക്ക്, ആ ചാപ്റ്റർ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് ആണെങ്കിൽ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് 1 വീക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? പിന്നെ റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു. ദിസ് ഇസ് ഹ്യൂമൻ മൈൻഡ്, വി കാൻ മെമ്മറൈസ് എവറിത്തിങ്. അപ്പോൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഒരു ടോപ്പിക് ഇവിടെ പഠിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പാരലൽ പോയി അത് പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് ഇസ് എ ടാസ്ക്. ഓക്കെ, അപ്പൊ എനിവേ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി സിലബസ് ഹിയർ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി ഗോയിങ് ടു ലേൺ അബൌട്ട് സർക്യൂട്ട് എലമെന്റ്സ് ലൈക്ക് എന്താണ്, നമുക്കിപ്പം റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്ററിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. സോ ബൈ ദിസ് ലെക്ചർ 1, ഈ ലെക്ചർ 1ന്റെ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബേസിക് ഈ പറയുന്ന സർക്യൂട്ട് എലമെന്റ്സ്, അതിന്റെ ഇക്വേഷൻസ് ആൻഡ് വാട്ട് ആർ ദ എനർജി സ്റ്റോർഡ് ബൈ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു ലെക്ചർ 1ന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ഗേറ്റിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ പ്രാക്ടീസ് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അവർ അജണ്ട. അപ്പോൾ ഫസ്റ്റ് ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് പഠിക്കും മുന്നേ നമ്മൾ അറിയേണ്ടത്, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് വോൾട്ടേജ്, കറണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വോൾട്ടേജ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിൽ വരുന്നത്? ഓംസ് ലോ അല്ലെ? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ നമ്മൾ പറയാറുണ്ട് അല്ലെ? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ പറയും ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആർ ആണ് പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റന്റ് വിച്ച് ഇസ് റെസിസ്റ്റൻസ് അല്ലെ? അപ്പൊ വി പ്രൊപ്പോർഷൻ ടു ഐ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയും. പക്ഷെ എന്താണ് ആക്ച്വലി വിയും ഐ എന്നും നമ്മൾ അറിയണം. ഞാൻ ഡെഫിനിഷൻ അല്ല കാണാണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്തറിയണം? ഇതിന്റെ മീനിങ് എന്താ നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം. അതായത് സി വി നോ അബൌട്ട് ലൈക്ക് ആൻഡ് അൺലൈക്ക് ചാർജസ് അല്ലേ? അൺലൈക്ക് ചാർജസിന്റെ പ്രത്യേകത എന്താണ്? ദേ ടെൻഡ് ടു അട്രാക്ട് ടു ഈച്ച് അതർ. അതായത് ഒരു അൺലൈക്ക് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജ് കാരിയറും വരികയാണെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കും ഒരു ഫോഴ്സ് വരുന്നത്? ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അതേപോലെ ഇതെന്താണ് അൺലൈക്ക് ചാർജസ്? ലൈക്ക് ചാർജസ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ദേ വിൽ ടെൻഡ് ടു റിപ്പൽ അവേ. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. അപ്പൊ ഇവർക്കിടയിൽ എന്തായാലും ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഡിപ്പെൻഡിങ് ഓൺ ചാർജസിന്റെ ആ ഒരു നമ്മുടെ എന്താ പറയുന്നത്, അതിന്റെ സൈൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന കേസ് ഈ പറയുന്ന അൺലൈക്ക് ചാർജസിന്റെ കേസിലാണ്. ഓക്കെ, അൺലൈക്ക് ചാർജസിന്റെ കേസിൽ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ അൺലൈക്ക് ചാർജസ് ദേ ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോ എനിക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും വരുന്ന എപ്പോഴാണ്? ഇറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജസ് അല്ലെ? സെപ്പറേഷൻ ഓഫ് ചാർജസ് കാരണം ഉണ്ടാവുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെ നമ്മൾ വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു വോൾട്ടേജ് എന്നും പറയാറുണ്ട്. പക്ഷെ ദേ ആർ ആക്ച്വലി ക്വൈറ്റ് ഡിഫറെന്റ്. മനസ്സിലായോ? ദേ ആർ സെയിം ഇൻ ഡിപ്പെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ്, പക്ഷെ ദേ ആർ ക്വൈറ്റ് ഡിഫറൻസ് അല്ലെ? കൺഫ്യൂസിങ് അല്ലെ? സോ വിൽ ഗെറ്റ് ഓൺ ടു ദാറ്റ്. അതെങ്ങനെയാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അൺലൈക്ക് ചാർജസ് വന്നിട്ട് ദേ ഹാവ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ രണ്ട് ചാർജസ് തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുക്കുന്ന കാരണം എന്ത് പറ്റും? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ അത് ഓവർകം ചെയ്ത് ഈ ചാർജസിന് മേലോട്ടും ഈ നെഗറ്റീവ് ചാർജിന് താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതായത് ലിറ്ററലി ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ കൂടിയതല്ലേ അല്ലെ? ഇതാണ് ഇനീഷ്യലി ഇരുന്ന
കേസ്, ഇത് സെക്കൻഡ് ഇരുന്ന കേസ്. EMF ഈ പറയുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്താണ് ഈ സെപ്പറേഷൻ കൂടിയത്. ആദ്യത്തെ ഫോഴ്സ് സെപ്പറേഷൻ ഇത്, രണ്ടാമത്തെ സെപ്പറേഷൻ ഇത്. അപ്പൊ സെപ്പറേഷൻ കൂടിയപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? സെപ്പറേഷൻ ഓഫ് ചാർജസ് കാരണമാണ് ആരുണ്ടാവുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഈ പറയുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുക്കുന്ന കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. മനസ്സിലായോ? സോ സെപ്പറേഷൻ ഓഫ് ചാർജസ് കോസസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ഒക്കർ. ഇനി ഈ പറയുന്ന ഇനി എവിടെയാണ് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞ ഫിനോമിനൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ചാർജസ് തമ്മിൽ സെപ്പറേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഈ ചാർജസ് എന്താണ്? ദേ ഹാവ് മൂവ്ഡ് എ ബിറ്റ് അല്ലെ, അവർക്ക് ഒരു കൈനറ്റിക് എനർജി വന്ന് ദേ ഹാവ് മൂവ്ഡ് എ ബിറ്റ് അല്ലെ. ഐഡിയലി ഇരിക്കുന്ന ഒരു സാധനത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ദേ ഹാവ് മൂവ്ഡ് എ ബിറ്റ്. ആ മൂവ് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റിൽ എപ്പോഴാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്? വെൻ ഇസ് വർക്ക് ഡൺ ഓൺ an object? when it does some energy, when it either dissipates അല്ലെങ്കിൽ consumes some energy. ഒരു എനർജി ഉണ്ടാവുമ്പോഴാണ് ആ എനർജിയുടെ അക്യൂമുലേറ്റഡ് സ്റ്റഫിനെ നമ്മൾ എന്ത് പറയും? അക്യൂമുലേറ്റഡ് വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് പറയുന്നത്? എനർജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഫിസിക്കലി ഈ പറയുന്ന ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്ന കാരണം ഈ ഓരോ ചാർജ് കാരിയറിലും ഒരു വർക്ക് ഇസ് ഡൺ എന്ന് പറയാം. മനസ്സിലായോ? ഒരു വർക്ക് ഇസ് ഡൺ ഓൺ ദി ചാർജ് കാരിയേഴ്സ്. അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഇസ് ഡൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എനർജി ഈസ് ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ എന്ത് പറയും? ഇത് ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ജനറേറ്റഡ് അല്ലെങ്കിൽ കൺസ്യൂംഡ് എന്ന് പറയാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഈ കേസിൽ എന്താ പറയുന്നത്? എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജസ്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ആ ഒരു ഫിനോമിനൻ, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കേസില് W joules of energy അല്ലെങ്കിൽ W joules of energy അല്ലെങ്കിൽ W joules of work done per unit charge അല്ലെങ്കിൽ for Q coulombs of charge എന്ന് പറയാം. Q coulombs of charge. ഇതിന്റെ മീനിങ് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ കേസ് അല്ലേ? Q coulombs of charge. നമ്മൾ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളംബ് പറയുന്നത് അല്ലേ? അപ്പോ ആ Q നമ്പർ ഓഫ് ചാർജസ് അല്ലെങ്കിൽ Q coulombs of ചാർജില് എത്രമാത്രം എനർജിയാണ് ഡിസിപ്പേറ്റ് ആയി പോയത്? ബിക്കോസ് എന്താണ്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടന്നത് കാരണം അതിനെ നമ്മൾ പറയുന്ന പേരാണ് വോൾട്ടേജ്. മനസ്സിലായോ? സോ വോൾട്ടേജ് എന്ന് പറയുന്നത് Q കൂളംസ് ഓഫ് ചാർജില് ഉണ്ടായ W joules ഓഫ് എനർജി ഡിസിപ്പേഷൻ അല്ലെങ്കിൽ W joules ഓഫ് വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊട്ടൻഷ്യലും വോൾട്ടേജും സംവാട്ട് സിമിലർ ആണ്, പക്ഷെ അത് എക്സാക്ട്ലി ദ സെയിം അല്ല. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ്. അപ്പൊ ഈ വോൾട്ടേജിനെ നമ്മൾ പിന്നെ ഈ കോമൺലി കാണുന്ന ഇക്വേഷൻ ആണ് W/Q. പക്ഷെ W/Q വന്നത് എങ്ങനെയാണ്? ഈ ഒരു ഫിനോമിനൻ കാരണമാണ് ഉണ്ടായത്. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഡു നോട്ട് ബൈ ഹാർട്ട് ദ ഡെറിവേഷൻ, ദ ഡെഫിനേഷൻ ഓർ ഇക്വേഷൻ. ഈ രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ചാർജസിലെല്ലാം ഒരു വർക്ക് ഡൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആ ഒരു ചാർജിൽ, മനസ്സിലായോ എന്ന് വെച്ചാൽ ആ ഒരു യൂണിറ്റ് ചാർജില് അതിൽ നിന്ന് എത്രമാത്രം എനർജിയാണ് ഡിസിപ്പേറ്റ് ആയി പോയത്, അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്? വി നോ ദാറ്റ് V is proportional to I. അപ്പൊ എന്തായാലും വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. ആൻഡ് വാട്ട് ഇസ് കറണ്ട്? കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഇസ് ആക്ച്വലി എന്താണ്? ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെ. കറണ്ട് എന്ന് പറയുന്ന എൻറ്റിറ്റി അല്ലെ, കറണ്ട് എന്ന് പറയുന്ന എൻറ്റിറ്റി ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ലിറ്ററലി എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കാരണമാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് I will be defined as equal to ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ സി വി ഹാവ് എ കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു PVC പൈപ്പ് ഇമാജിൻ ചെയ്താൽ മതി. അതിൻ്റെ അകത്തോടെ കുറെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അപ്പോ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ഒരു ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി, ഫ്രം T1 to T2 എന്ന് പറയുന്ന ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇന്റർവെല്ലില് എത്ര ഇലക്ട്രോൺസ് ആണ് പാസ് ചെയ്ത് പോകുന്നത്? ഈ ഒരു കുഞ്ഞ് ടൈം ലിമിറ്റിൽ മാത്രം ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് കറണ്ട്. അപ്പൊ കറണ്ട് എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റും ഇല്ലേ. ലിറ്ററലി നമ്മള് ഫ്ലോ എന്ന് പറയാണ്ട് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് മോർ മീനിങ് ഫുൾ. കാരണം നമ്മൾ റേറ്റ് എന്നൊരു വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് when that term is dependent on time. ടൈം കാരണം ആ ടൈം മാറുന്ന അനുസരിച്ച് ആ വേരിയബിൾ മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് യുവർ റേറ്റ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? റേറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്റെ മീനിങ് അതാണ്. അപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറയുന്ന സാധനം ഡിപ്പെൻസ് ഓൺ ടൈം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ നമ്പർ ഓഫ് ചാർജസ് അല്ലെ? റേറ്റ് ഓഫ് ക്യൂ നമ്പർ ഓഫ് ചാർജസ് വിച്ച് ആർ ഫ്ലോയിങ് ഇൻ ടി ടൈം. അതാണ് ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയാറുണ്ട്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ക്യൂ ബൈ ടി എന്ന് പറയാറുണ്ട്. ഇതിന്റെയൊക്കെ മീനിങ് എന്താണ്? ക്യൂ നമ്പർ ഓഫ് ചാർജസ് ആർ ഫ്ലോയിങ് ഇൻ ടി എമൗണ്ട് ഓഫ് ടൈം. അത്രേ ഉള്ളൂ മീനിങ്. മനസ്സിലായോ? ക്യൂ കൂളംസ് ഓഫ് ചാർജസ് ആർ ഫ്ലോയിങ് ഇൻ ടി എമൗണ്ട് ഓഫ് ടൈം. അതാണ് നമ്മുടെ കറണ്ടിന്റെ ഡെഫിനേഷൻ. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. മനസ്സിലായിരുന്നോ? ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടേം നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ വോൾട്ടേജ് കറണ്ട് ആയി. ഇനി അടുത്ത ടേം നമ്മൾ പഠിക്കേണ്ടതാണ് ഇറ്റ്സ് അബൌട്ട് എനർജി. സി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നമുക്ക് നെറ്റ്വർക്ക് നമ്മൾ സർക്യൂട്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ സി കൺസിഡർ ദിസ് എൻറ്റിറ്റി. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം വിചാരിക്കാം. നമ്മൾ ഇത് നെറ്റ്വർക്ക് എന്നാണോ സർക്യൂട്ട് എന്നാണോ പറയുന്നത്? ഓക്കെ, ഇതിനെ നമ്മളൊരു സർക്യൂട്ട് എന്ന് പറയും. കാരണം എന്താണ്? ഇറ്റ് ഇസ് ക്ലോസ്ഡ്. പക്ഷെ വാട്ട് ഇഫ് ഇതിന്റെ ഈ ഒരു എൻഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇടുകയാണ്, ഇത് ഓപ്പൺ ആക്കി ഇടുകയാണ്, അപ്പൊ ഇറ്റ് ബിക്കംസ് എ നെറ്റ്വർക്ക്. മനസ്സിലായോ? ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ എന്തായിട്ട് മാറും? ദിസ് ബിക്കംസ് എ നെറ്റ്വർക്ക്. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഇനി ഇതിൽ എവിടെയാണ് എനർജി പറയുന്നത്? സി എനർജി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു നെറ്റ്വർക്കിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഡിഫറെന്റ് നെറ്റ്വർക്ക് എലമെന്റ്സ്. എന്താണ്? ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു റെസിസ്റ്റർ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യും, ഈ R2യും വർക്ക് ചെയ്യും അല്ലെ? അങ്ങനെ ഒരു എൻറ്റയർ ഒരു സർക്യൂട്ട് നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ്സും ഓരോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പോ ആ ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദി എലമെന്റ്സ് ഇൻ എ ഗീവൺ സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം എനർജി നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലിറ്ററലി ഇറ്റ് മീൻസ് അഡീഷൻ അല്ലെ? ഡിഫറൻസിയേഷൻ എന്താണ്? സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. കുറെ ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. സോ ഇന്റഗ്രേറ്റിംഗ് ഓൾ ദി വർക്ക് ഡൺ ബൈ ഓൾ ദി എലമെന്റ്സ് ഇൻ എ സർക്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ്? എനർജി. അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. എനർജി എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, ഇനി എനർജിക്ക് സംതിങ് സിമിലർ ആയിട്ടുള്ള ഒരു പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് പവർ. എന്താണ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ പവറിനെയും നമ്മളൊരു റേറ്റിന്റെ ടേം ആയിട്ടാണ് പറയുന്നത്. അപ്പോ ഞാൻ പറയാണ് ദിസ് ഇസ് റേറ്റ് ഓഫ് എനർജി. ഞാൻ എനർജി ഡിസിപ്പേറ്റഡ് ആണെന്നോ കൺസ്യൂംഡ് ആണെന്നോ പറയുന്നില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഞാൻ ജസ്റ്റ് പറയുന്നത് റേറ്റ് ഓഫ് എനർജി. അതിന്റെ മീനിങ് എന്തായിരിക്കും? ഈ പവർ എന്ന് പറയുന്ന ടേം വിൽ ഡിപ്പെൻഡ് അപ്പോൺ ടൈം അല്ലെ? സംതിങ് പവർ എന്ന് പറയുന്നത് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സംതിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ സംതിങ് എന്തായിരിക്കും? എനർജി അല്ലെ? എനർജിനെ നേരത്തെ നമ്മൾ വോൾട്ടേജ് പറഞ്ഞപ്പോൾ W ജൂൾസ് അല്ലേ പറഞ്ഞേ? സോ W ജൂൾസ് ഓഫ് എനർജി വിച്ച് വാസ് അല്ലെങ്കിൽ W ജൂൾസ് ഓഫ് എനർജി ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ W ജൂൾസ് ഓഫ് വർക്ക് ഡൺ ഇൻ എ ടൈം എ ഡിഫറൻസ് അല്ലെങ്കിൽ സ്മോൾ ടൈം t. അതാണ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ പവർ ഈക്വൽ ടു നമ്മൾ എങ്ങനെ പറയാം? W ബൈ T എന്ന് പറയാം. പിന്നെ നോർമലി നമുക്ക് പവറിന്റെ കേസിൽ അറിയാവുന്ന വേറൊരു ഇക്വേഷൻ ആണ് എങ്ങനെ പറയുന്നത്? പവർ ഈക്വൽ ടു നമ്മൾ V ഇൻറ്റു I എന്ന് പറയാറുണ്ട്. അതെങ്ങനെ കിട്ടുന്നേ? സി ഇവിടുത്തെ ഇക്വേഷൻ അല്ലേ പവർ എന്താ കിട്ടിയേ? W ബൈ T എന്നല്ലേ കിട്ടിയേ? ആ W ബൈ Tനെ ഞാൻ മേലെയും താഴെയും Q കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ഞാൻ ഡിവൈഡിങ് ബൈ Q ചെയ്താൽ W ബൈ Q എന്താണ്? വോൾട്ടേജ് ആണ്. ആൻഡ് Q ബൈ T എന്താണ്? I ആണ്. സോ ഇതിനെ V ഇൻറ്റു I എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് VI എന്ന് പറഞ്ഞ ടേം കിട്ടിയത്. ബട്ട് ദിസ് ഇസ് എ ബേസിക് ഇക്വേഷൻ ഫോർ പവർ. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തേ? വി ലേൺഡ് അബൌട്ട് വോൾട്ടേജ്. എന്താണ് വോൾട്ടേജ് നമ്മൾ പഠിച്ചു ഇല്ലേ? വി ലേൺഡ് അബൌട്ട് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? വി ലേൺഡ് അബൌട്ട് വോൾട്ടേജ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഇവിടെ വോൾട്ടേജ് പഠിച്ചു. പിന്നെ വി ലേൺഡ് അബൌട്ട് കറണ്ട് അല്ലെ? രണ്ടാമത് നമ്മൾ കറണ്ട് എന്താന്ന് പഠിച്ചു. ദിസ് വാസ് എ സെക്കൻഡ് ടേം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ തേർഡ് ആയിട്ട് നമ്മൾ എനർജീനെ പറ്റി പഠിച്ചു അല്ലെ? ലാസ്റ്റ് നമ്മൾ പവർ പഠിച്ചു. ഈ 4 ടേംസ് ആണ് നമ്മൾ ഫണ്ടമെന്റലി നെറ്റ്വർക്ക് പഠിക്കും മുന്നേ അറിഞ്ഞിരിക്കേണ്ട എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 4 ടേംസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? വിൽ ഫർദർ മൂവ് ഓൺ വിത്ത്
നമ്മുടെ സർക്യൂട്ട് എലമെന്റ്സ്, അതായത് ഫസ്റ്റ് സർക്യൂട്ട് എലമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റർ. ഓക്കെ, റെസിസ്റ്റർ ഇസ് ദ ഫസ്റ്റ് ടൈം. ഇപ്പൊ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ സി ദിസ് ഇസ് എ റെസിസ്റ്റർ. ഓക്കെ, ഈ റെസിസ്റ്ററിനെ ഇതിന്റെ പവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്കൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും വിത്ത് എ വോൾട്ടേജ് വി. ഓക്കെ, അപ്പൊ ഈ ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ ഈ ടെർമിനൽ പോസിറ്റീവ്, ഈ ടെർമിനൽ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ ആ ഒരു സെപ്പറേഷൻ കാരണം, ചാർജ് സെപ്പറേഷൻ കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് അവിടെ ഒരു വോൾട്ടേജ് വി ഉണ്ടാവുന്നുണ്ട്. അല്ലെ, ഈ വോൾട്ടേജ് കാരണം എന്ത് ചെയ്യും? വോൾട്ടേജ് വിൽ പുഷ് ദ കറണ്ട് ഫ്ലോ. അപ്പൊ ഇതുവഴി ഒരു കറണ്ട് ഐ വരും. ആ കറണ്ട് ഐ ആയിരിക്കും ഈ റെസിസ്റ്ററിനെ പവർ അപ്പ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഡസ് റെസിസ്റ്റർ ഡു? അത് ഈ ഫ്ലോ ഓഫ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യും. അല്ലെ, കറണ്ടിന്റെ ഫ്ലോയിനെ അത് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ബൈ സിമ്പിൾ ഓംസ് ലോ പറയണമെങ്കിൽ ആർ വിൽ ബി ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറയാം. അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഫിസിക്കൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂസ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിന്റെ ലെങ്ത് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ നമുക്ക് പറയാൻ പറ്റും. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വെൻ ലെങ്ത് ഇൻക്രീസസ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസസ്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയും. വേറെ റോ എന്താണ്? സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. ഫൈൻ. പിന്നെ ഇപ്പൊ ദിസ് ഇസ് അബൌട്ട് എ റെസിസ്റ്റർ. ആൻഡ് നെക്സ്റ്റ് ടേം എന്താണ്? നെക്സ്റ്റ് എലമെന്റ് വരുന്നത് ഇസ് ദ ഇൻഡക്ടർ. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിന്റെ കേസ് പറയുന്ന സമയത്ത് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഇൻഡക്ടർ? നമ്മൾ റെസിസ്റ്ററിൽ പറഞ്ഞു, റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഐ മീൻ കറണ്ടിനെ എന്ത് ചെയ്യും? ആ കറണ്ടിന്റെ ഫ്ലോയിനെ അത് റെസ്ട്രിക്ട് ചെയ്യും അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യും. പക്ഷെ ഇൻഡക്ടർ ചെയ്യുന്നത് ഇറ്റ് അഗെയിൻ ഒപ്പോസസ് കറണ്ട് ഒള്ളി. പക്ഷെ സഡൻ ചേഞ്ചസ് ഇൻ കറണ്ടിനെയാണ് ഇൻഡക്ടർ എന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻഡക്ടർ വിൽ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട്. അതായത് നമ്മുടെ കറണ്ട് എന്ന് പറയുമ്പോൾ സഡൻലി, ഇതിപ്പോ ഞാൻ കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെ ഐ ഓഫ് ടി വേഴ്സസ് ടി പറയുകയാണെങ്കിൽ വെൻ കറണ്ട് സഡൻലി ഇൻക്രീസസ്, അതായത് 0 ആംപിയർ ചെയ്യുന്ന 1 ആംപിയറിലോട്ട് കൂടുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിനെ റെഗുലേറ്റ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് ആക്കും. അതുപോലെ കറണ്ട് സഡൻലി കുറഞ്ഞാലും അതിനെ റെഗുലേറ്റ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് ആക്കുന്നതാണ് ഇൻഡക്ടർ ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇ എം എഫ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഫിനോമിനൻ എങ്ങനെയാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാനൊരു കേസ് 1 പറയുകയാണെ. കേസ് 1 സംഭവിക്കുന്നത് സഡൻലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ ഈ ഗ്രാഫിക് കാണുന്ന പോലെ ആഫ്റ്റർ സം പാർട്ടിക്കുലർ ടൈം ഇവൻച്വലി നമ്മുടെ എന്താണ്? കറണ്ട് കൂടി 1 ആംപിയറിലോട്ട് പോവാണ്. അപ്പൊ ആസ് കറണ്ട്, കേസ് 1 എന്ന് പറയുമ്പോൾ ആസ് കറണ്ട് ഇൻക്രീസസ് എന്ത് പറ്റും? ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യും? ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ഇ എം എഫ് എന്ന് പറയാറുണ്ട്. ഈ പോസിറ്റീവ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം എന്ത് പറ്റും? ഇവിടെ നിന്ന് നമ്മളിപ്പോ ഒരു ഇൻഡക്ടർ വരയ്ക്കുകയാണ്. ഞാൻ ഇവിടെ ഇൻഡക്ടർ വരയ്ക്കുകയാണ്. പവർഡ് ബൈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ, ഈ പവർഡ് ബൈ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇതൊരു വോൾട്ടേജ് വി ഉണ്ട്, ഇവിടെ ഒരു കറണ്ട് ഐ ഉണ്ട്. ഇൻഡക്ടർ ഞാൻ എൽ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടൻസിനെ എൽ എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കറണ്ട് അല്ലെ, ഈ കറണ്ട് കൂടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമേ. ഒരു വോൾട്ടേജ് അല്ലേ ഈ പറയുന്ന സർക്യൂട്ടിനെ പവർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ പവർ പറയാൻ പറ്റും. പവർ ഈക്വൽ ടു എങ്ങനെ പറയുന്ന അറിയാവോ? ഐ ഇൻറ്റു ബി നല്ല ഇക്വേഷൻ എഴുതുന്നേ. അപ്പൊ ആസ് ദിസ് കറണ്ട് ഇൻക്രീസസ്, മനസ്സിലായോ? എന്ത് പറ്റുന്നുണ്ട്? ഈ ഇൻഡക്ടർ ഈ കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇ എം എഫ് എന്ത് ചെയ്യും? വന്നിട്ട് ഈ കൂടിയിരിക്കുന്ന കറണ്ടിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് ബാലൻസ് ചെയ്യും. മനസ്സിലായോ? ഇതേപോലെയാണ് കേസ് 2. നമുക്ക് എന്ത് പറയാൻ പറ്റും? കേസ് 2 കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു ബാക്ക് ഇ എം എഫ് ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യും? ഈ കുറഞ്ഞ കറണ്ടിനെ അഗൈൻ ന്യൂട്രലൈസ് ചെയ്ത് ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരും. മനസ്സിലായോ? സോ സഡൻ ചേഞ്ച് ഇൻ കറണ്ട് കൂടിയാലും കുറഞ്ഞാലും ഈ എം എഫ് എന്ത് ചെയ്യും? അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണ് ഇൻഡക്ടറിന്റെ വർക്കിംഗ് പറയുന്നത്. ഇനി അനദർ തിങ് വിച്ച് യു വിൽ നോ ഇസ് ദാറ്റ് ഇൻഡക്ടറിന്റെ കേസിൽ ഒരു ഇൻഡക്ടർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ലെൻസസ് ലോ എന്ന് ഒരു സംഭവം ഉണ്ടല്ലേ, ലെൻസസ് ലോ എന്താ പറയുന്നത് പറയുമ്പോൾ ഈ ഒരു ഇൻഡക്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ വോൾട്ടേജ് എന്താണ്? വി ആണ്. ഇത് കാരണം ഒരു കറണ്ട് ഐ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ കറണ്ട് ഐ ഇൻഡക്ടർ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കറണ്ട് ഐ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന സമയത്ത്
ഈ കറണ്ട് ഇപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് തംസ് റൂൾ അറിയല്ലേ, എങ്ങനെയാണ്? സി ഇഫ് വി ഹാവ് എ ഇൻഡക്ടർ ലൈക്ക് ദിസ്, ഇത് റൈറ്റ് ഹാൻഡ് ആണ് ആൻഡ് ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് ഒരു കണ്ടക്ടർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടർ വഴി കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, മേലോട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു കണ്ടക്ടർ വിത്ത് ദി കറണ്ട് ഫ്ലോയിങ് അപ്വേർഡ്സ്, ഈ കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോകുന്നത്? ലൈക്ക് ദിസ് അല്ലെ. സി അസ്യൂം ദിസ് പെൻ ഇസ് യുവർ കറണ്ട് എങ്കിൽ, ഈ അസ്യൂം ദിസ് ഇസ് യുവർ കണ്ടക്ടർ എങ്കിൽ കറണ്ട് ഇതുവഴിയാണ് പോകുന്നത് എങ്കിൽ ഇതിന് ചുറ്റും ഈ ഡയറക്ഷനിൽ, അതായത് ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ പറയുന്നത് ഇത് നമ്മുടെ ഇൻഡക്ടർ ആണെങ്കിൽ ഇതിന്റെ അക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു കോൾ ചെയ്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആ ഫസ്റ്റ് കേസ് പറഞ്ഞില്ലേ, ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞേ, നമ്മൾ കറണ്ട് കൂടുന്ന സമയത്ത് പോസിറ്റീവ് EMF വന്ന് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടത്തെ ഒരു കേസ് പറയുമ്പോൾ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദി എനർജി സ്റ്റോർഡ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് എപ്പോഴെങ്കിലും കറണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സസ് എനർജി കിട്ടുകയാണെങ്കിൽ ആ എക്സസ് എനർജി എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? വെനെവർ വി ഹാവ് എൻ എക്സസ് എനർജി, ആ എനർജി എന്ത് ചെയ്യും? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്റ്റോർ ആവാൻ പോകുന്നത്. അത് എങ്ങനെയാന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡക്ടറിന്റെ വോൾട്ടേജ് കറന്റ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കണം. ഓക്കെ, വോൾട്ടേജ് കറന്റ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കണം. അത് എങ്ങനെയാന്ന് പറയുമ്പോൾ സി വോൾട്ടേജ് കറന്റ് റിലേഷൻഷിപ്പ് പറയുന്നത് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു L into DIL by dt എന്നാണ് പറയുന്നത്. Where VL is the voltage across the inductor and IL is the current through the inductor. And ഈ equation നമ്മളൊന്ന് totally integrate ചെയ്താലോ, integral VL equal to integral L into DIL by dt. അപ്പൊ ഈ L ടേം ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ 1/L into integral VL into ഈ dt ഇവിടെ മൾട്ടിപ്ലൈ ആവും, will be equal to integral of di എന്ന് പറയുമ്പോൾ എന്താണ്? അവര് മ്യൂച്വലി ക്യാൻസൽ ഔട്ട് ചെയ്യും and you will get I. So I equal to അല്ലെങ്കിൽ IL equal to integral 1/L VL dt ആണ് കറണ്ട് വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ. ഈ രണ്ട് റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓൾസോ വി നോ വൺ മോർ തിങ് ദാറ്റ് ഇൻഡക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് അല്ലെ, ആ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു n² A/L. ഈ A എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, N ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ആണ്. ആൻഡ് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ യു വിൽ ഗെറ്റ് mu into n² A/L. ഈ L എന്താണ്? ദിസ് ഇസ് യുവർ പെർമിറ്റിവിറ്റി. ഓക്കെ, ദിസ് ഇസ് യുവർ പെർമിറ്റിവിറ്റി അല്ല, ദിസ് ഇസ് യുവർ പെർമിയബിലിറ്റി എന്ന് പറയും അല്ലെ, പെർമിയബിലിറ്റി എന്ന് നമ്മൾ പറയും. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ L. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ഇനി നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പൊ ഈ ഒരു വോൾട്ടേജ് സഡൻലി ഒരു ഇൻക്രിമെന്റ് ഇൻ കറണ്ട് കൊടുത്തു അല്ലെ. അപ്പൊ അങ്ങനെ കറണ്ട് കൂടുന്ന കാരണം എന്ത് പറ്റും? സഡൻലി ഒരു ഇൻക്രിമെന്റിൻ എന്തുണ്ടാവും? ഒരു പവർ ഉണ്ടാകത്തില്ലേ? കാരണം പവറിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? P equal to V into I എന്നാ പറയുന്നത്. ആൻഡ് V എന്ന് പറയുന്നത് സി ഫ്രം ദിസ് ഇക്വേഷൻ 1 ഇൻ ദ കേസ് ഓഫ് എന്താണ് ഇൻഡക്ടർ, V എന്ന് പറയുന്നത് L into DI by dt എന്നാണ്. into I എന്നല്ലേ വരുന്നത്. അപ്പോ when there is a sudden increment in current, അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇൻക്രിമെന്റ് ഇൻ കറണ്ട് വരുമ്പോൾ ഈ പവർ കൂടുന്നില്ലേ? ആൻഡ് വി നോ ദാറ്റ് പവറും എനർജിയും നമ്മൾ റിലേഷൻ എന്താണ്? പവർ എന്ന് പറയുന്നത് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി. നമ്മൾ ഈ എന്നല്ല W എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ആണ്. അപ്പൊ അതായത് W ജൂൾസ് ഓഫ് എനർജി ഇസ് ബീങ് യൂസ്ഡ് അപ്പ് ഇൻ T amount of time. അപ്പൊ അങ്ങനെ പവർ കൂടുന്ന സമയത്ത് എന്ത് പറ്റും? ഈ പറയുന്ന എനർജിയും കൂടത്തില്ലേ? അങ്ങനെയാണ് നമുക്ക് എക്സസ് എനർജി കിട്ടി. മനസ്സിലായോ? കറണ്ട് കൂടിയപ്പോൾ പവർ കൂടിയപ്പോൾ എനർജി കൂടി. അപ്പൊ ഇത്രയും എക്സസ് എനർജി വരുമ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിനെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. ആ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇതിന്റെ ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഓക്കെ, ആൻഡ് ഇതുപോലെ കറണ്ട് കുറയുന്ന സമയത്ത് കേസ് 2 അനുസരിച്ച് കറണ്ട് കുറയുമ്പോൾ എന്ത് പറ്റും? ഈ DI by dt യുടെ വാല്യൂ കുറയും അല്ലെ. കുറയുന്ന സമയത്ത് എഗെയിൻ പവർ കുറയും, അതിനനുസരിച്ച് എനർജി കുറയും. അപ്പൊ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി ഉണ്ടല്ലോ, അതിനെ ഡിസപ്പീറ്റ് ചെയ്ത് സർക്യൂട്ടിലോട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ എനർജിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ അറിയണം. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ E will be equal to half Li² എന്നാണ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൂന്നാമത്തെ എലമെന്റിനെ പറ്റിയും പറയാം. ഓക്കെ, ദാറ്റ് വിൽ ബി യുവർ കപ്പാസിറ്റർ.
ഓക്കെ, കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ലിറ്ററലി കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ് ടു സ്റ്റോർ ചാർജസ് ആണ്. ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യും ഫ്ലോ ഓഫ് ചാർജസിനെ. പക്ഷെ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ ചാർജസിനെ സ്റ്റോർ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. സി വിൽ ബി ഈക്വൽ ടു എന്താണ്? സി ഒരു കപ്പാസിറ്റർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ ഒരു ബാറ്ററി വെച്ചല്ല അതിനെ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ വി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വി കാരണം ഒരു ഐ എന്ന് പറയുന്ന യൂണിറ്റ് കറണ്ട് ആയിരിക്കും ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഐ എന്ന് പറയുന്ന കറണ്ടിൽ എത്ര ചാർജസ് ഉണ്ടാവും? ക്യൂ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുക. മനസ്സിലായോ? ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്. കറണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അതിൽ ക്യൂ നമ്പർ ഓഫ് ചാർജസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ക്യൂ നമ്പർ ചാർജസിനെയും ഈ കപ്പാസിറ്ററിന്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. എങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും? സി വിൽ ബി ഈക്വൽ ടു ക്യൂ കൂളംസ് ഓഫ് ചാർജ്, ഓക്കെ, വിച്ച് ഇസ് സ്റ്റോർഡ് ആസ് എ റിസൾട്ട് ഓഫ് വി എന്ന് പറയുന്ന വോൾട്ടേജ്. മനസ്സിലായോ? ദാറ്റ് സി ഈക്വൽ ടു ക്യൂ നമ്പർ ഓഫ് ചാർജസ് സ്റ്റോർഡ് ആസ് എ റിസൾട്ട് ഓഫ് വി നമ്പർ ഓഫ് വോൾട്ടേജ്. അതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ഹെൻറി എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഹെൻറി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 ഹെൻറി എന്ന് പറയുമ്പോൾ വിൽ ബി ഈക്വൽ ടു 1 യൂണിറ്റ് ചാർജ്, അല്ലെ? 1 കൂളംബ് ഓഫ് ചാർജ്. ഇവിടെ നമ്മൾ ക്യൂ കൂളംസ് ചാർജിലെ പറഞ്ഞേ ആ ഒരു കൂളം ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ് എങ്ങനെയാണ് ഈ കപ്പാസിറ്ററിന്റെ അകത്ത് സ്റ്റോർ ആവുന്നത്? ബിക്കോസ് ഓഫ് 1 വോൾട്ടേജ്. അതാണ് ഒരു ഹെൻറി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. പിന്നെ ഇവിടത്തെ കേസിൽ നമുക്കൊരു എന്താണ് കപ്പാസിറ്റർ പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബൈ ഡി എന്ന് പറയാൻ പറ്റും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ രണ്ട് പ്ലേറ്റ്സ്. മനസ്സിലായി? കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് ഡി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ അക്രോസ് നമുക്ക് ഓപ്പോസിറ്റ് വോൾട്ടേജും കൊടുക്കാം. അത് നമ്മൾ പോളറൈസ് എന്ന് പറയും. ഇല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കപ്പാസിറ്റർ ഉണ്ടാവും, അൺപോളറൈസ്ഡ് ഉണ്ടാവും. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയ സി വിൽ ബി ഈക്വൽ ടു ഹെപ്സിലോൺ എ ബൈ ഡി. ഈ ഹെപ്സിലോൺ എന്ത് നമ്മൾ പറയുന്നത്? പെർമിറ്റിവിറ്റി എന്ന് പറയും, അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ടൊക്കെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമ്മളത് ചെയ്യേണ്ടിയും വരും. അപ്പൊ ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഹെപ്സിലോൺ 0, ഹെപ്സിലോൺ r എന്നൊക്കെ പറയും. ഈ ഹെപ്സിലോൺ ആൻഡ് വാല്യൂ ഡിപെൻഡ്സ് അപ്പോൺ മീഡിയം. ഓക്കെ, ഇതെ പറ്റിയൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ, ഒരു കേസസ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് നമ്മുടെ ബേസിക് സ്റ്റബ്സ്. ആൻഡ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ പറയും പോലെ എനർജി സ്റ്റോർ ചെയ്യും കേട്ടോ. ആ എനർജി സ്റ്റോറിന്റെ ഇക്വേഷൻ ആണ് ഹാഫ് സി വി സ്ക്വയർ. അപ്പൊ ദിസ് ഇസ് ഫോർ ഇൻഡക്ടർ ആൻഡ് ദിസ് ഇസ് ഫോർ കപ്പാസിറ്റർ. ഓക്കെ, ആൻഡ് ഇൻഡക്ടറിന്റെ കേസില് നമ്മുടെ യൂണിറ്റ് എന്താണ്? നമ്മൾ യൂണിറ്റിനാണ് ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഇവിടെ ഹെൻറി അല്ല കേട്ടോ. കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ യൂണിറ്റ് എന്താ പറയുന്നത്? 1 ഫാരഡ് അല്ലേ പറയുന്നത്. ഓക്കെ, സോ 1 ഫാരഡ് എന്ന് പറയുന്നതാണ് 1 കൂളം ബൈ 1 വോൾട്ട്. ഇനി ഇൻഡക്ടറിന്റെ കേസ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ യൂണിറ്റിനെ ആണ് പറയുന്നത് എൽ, വിച്ച് ഇസ് ഹെൻറി, അല്ലെ? നമ്മൾ ഹെൻറി എന്ന് പറയും. എൽ ഇസ് അവിടുത്തെ യൂണിറ്റ് ആണ് ഹെൻറി. കപ്പാസിറ്ററിന്റെ കേസിലാണ് നമ്മൾ ഫാരഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ആണ് ഇത്. ഓക്കെ, ജസ്റ്റ് മെമ്മറൈസ് ദാറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ബിഫോർ കൺക്ലൂഡിംഗ് ദി സെഷൻ ഐ വിൽ ഡു 1 പ്രോബ്ലം. മനസ്സിലായി? ആ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പ്രോബ്ലമില് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രോബ്ലം 1. ഓക്കെ, ഈ പ്രോബ്ലം 1 ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സി, പ്രോബ്ലം 1 പറഞ്ഞിരിക്കുന്നത് the QV relation of a capacitor is V equal to 1 plus Q plus Q square. Okay, find the amount of energy required to charge this capacitor from Q of T0 equal to 0 to Q of T1 equal to 1 coulomb. Question നിങ്ങൾ ആദ്യം ഒന്ന് അനലൈസ്. എന്താണ് ചോദിച്ചേക്കുന്നത്? ഇത് എന്താണ് എലമെന്റ്? ദിസ് ഇസ് എ കേസ് ഓഫ് എ കപ്പാസിറ്റർ. ആൻഡ് കപ്പാസിറ്ററിന്റെ QV റിലേഷൻ, QV എന്ന് പറയുമ്പോൾ എന്താണ്? Q എന്ന് പറയുന്നത് ചാർജ് ടു വോൾട്ടേജ് റിലേഷൻഷിപ്പ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. V ഈക്വൽ ടു 1 പ്ലസ് Q പ്ലസ് Q സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ചാർജ്, അല്ലെ? കപ്പാസിറ്റർ ആണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരു കപ്പാസിറ്റർ ഉണ്ട്, കണക്റ്റഡ് ടു സം വോൾട്ടേജ് V ആണ്. ആ V ഈക്വൽ ടു ഈ റിലേഷനെ തന്നേക്കുന്നേ, അല്ലെ? ആൻഡ് അവർ പറഞ്ഞേക്കുന്നത് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി എത്ര എനർജിയാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കും? കപ്പാസിറ്ററിന്റെ കേസിലുള്ള എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആയിരുന്നില്ലേ? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഈ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? സി ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ?
ഈ ക്യൂവും വിയും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഇവിടുത്തെ കേസ് എന്താണ്? ഇവിടുത്തെ കേസിലെ സി നമുക്ക് തന്നേക്കുന്ന ഈ ക്യൂവും വിയിലുള്ള റിലേഷൻ അല്ലേ ഇത്? ഈ ഇക്വേഷൻ നമ്പർ 1 തന്നെയാണ് ഈ ക്യൂ വി റിലേഷൻഷിപ്പ്. മനസ്സിലായോ? പക്ഷെ ഈ എൽ എച്ച് സൈഡിൽ ബി ഉണ്ട്, ആർത്ത് സൈഡിൽ 1 പ്ലസ് ക്യൂ സ്ക്വയർ എന്താണ്? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും ലീനിയർ ഇക്വേഷൻ ആണോ? ലീനിയറിന്റെ മീനിങ് എന്താണെന്നറിയാവോ? ഞാനിപ്പോ ഇങ്ങനെ പറയാണേ, വി ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ വി കൂടുന്ന സമയത്ത് ക്യൂ കൂടും, വി കുറയുമ്പോൾ ക്യൂ കുറയും. പക്ഷെ ഇവിടെ എന്താണ്? വി ഈക്വൽ ടു 1 പ്ലസ് ക്യൂ സ്ക്വയർ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോ ക്യൂയുടെ വാല്യൂ കൂടുമ്പോൾ അതേ ക്വാണ്ടിറ്റിയിൽ വി കൂടുന്നുണ്ടോ? ഇല്ല, ഇല്ലേ? നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എപ്പോഴാ പറയുന്നത്? ഞാനിപ്പം രണ്ട് എന്റിറ്റീസ് പറയുന്നുണ്ട്. സി ദിസ് ഇസ് മൈ എക്സ് ആക്സിസ്, ദിസ് ഇസ് മൈ വൈ ആക്സിസ്. എക്സ് ആക്സിസ് ഇത്ര ഒരു യൂണിറ്റ് കൂടുകയാണെങ്കിൽ അല്ലെ, വൈ ആക്സിസും ഒരു യൂണിറ്റ് കൂടുമെങ്കിൽ, പിന്നെ എക്സ് ആക്സിസ് 2 യൂണിറ്റ് കൂടുമ്പോൾ വൈ ആക്സിസിലും 2 യൂണിറ്റ് കൂടണം. മനസ്സിലായോ? ഇങ്ങനെ പോവാണ്. അതേപോലെ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫിനാണ് നമ്മൾ ലീനിയർ ഗ്രാഫ് അല്ലെങ്കിൽ ലീനിയർ എലമെന്റ് എന്ന് പറയുന്നത്. This is the property of linearity. When input increases, output has to increase by the same value. എന്നാലേ ലീനിയർ ആവും, ഇല്ലെങ്കിൽ നോൺ ലീനിയർ ആവും. അപ്പൊ ഈ ഇക്വേഷനിൽ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നോക്കുകയാണെങ്കിൽ v ഈക്വൽ ടു 1 പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എന്താണ്? ഇറ്റ് ഇസ് എ നോൺ ലീനിയർ ഇക്വേഷൻ. മനസ്സിലായോ? ഈ തന്നേക്കുന്നത് ഇസ് എ എക്സാമ്പിൾ ഓഫ് എ നോൺ ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് വി കാൺ ഡയറക്ട്ലി യൂസ് എന്താണ്? ഈ എനർജി ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സി എനിവേ വി ഹാവ് ടു ഫൈൻഡ് എനർജി. പിന്നെ അവർ തന്നിരിക്കുന്ന അഡീഷണൽ ഡേറ്റ നോക്കിയേ. നമ്മള് എനർജി ഇവിടെ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ചാർജ് ദിസ് കപ്പാസിറ്റർ ഫ്രം 0 to 1 കൂളം. നമ്മുടെ അല്ലെ, നമ്മുടെ 0 കൂളമ്പിൽ നിന്ന് 1 കൂളമ്പ് നമ്മള് ചാർജ് കയറ്റുകയാണ് അല്ലെ, നമ്മൾ ചാർജ് ചെയ്യുകയാണ്. ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജിയെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അവര് ക്യൂ ഓഫ് T0, ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് അറ്റ് ദ ടൈം T0 0 ആണ് വാല്യൂ, ആൻഡ് ചാർജ് അറ്റ് ദ ടൈം T1 1 കൂളമ്പ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. എങ്ങനെയാന്ന് പറയുമ്പോൾ സി, അതായത് ക്യൂ ഓഫ് T0 എന്ന് പറയുന്ന ടൈമിൽ അല്ലെ, ചാർജ് അറ്റ് ദ ടൈം Q0 എന്തായിരുന്നു? 0 കൂളമ്പായിരുന്നു. പക്ഷേ ചാർജ് അറ്റ് ദ ടൈം T1 എന്തായിട്ട് മാറിയത്? 1 കൂളമ്പായിട്ട് മാറി. മനസ്സിലായോ? ഇതിന്റെ മീനിങ് എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 0 കൂളമ്പിൽ നിന്ന് 1 കൂളമ്പിലോട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ എത്ര എനർജി ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സി എനർജിയുടെ ഇക്വേഷൻ പവറുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് നമുക്ക് ആലോചിക്കാം. കാരണം എനിവേ വി കാണ്ട് യൂസ് ദി അതർ ഇക്വേഷൻ, ഹാഫ് സി വി സ്ക്വയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ പവർ ഇടുന്നതിന്റെ റീസൺ എന്താണ്? പവർ എന്ന് പറയുന്നത് വി നോ വി ഇൻറ്റു ഐ ആണ് അല്ലെ, ആൻഡ് ആസ് ദിസ് ഇസ് എ കപ്പാസിറ്റർ, വിന്റെ ഐന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പവറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അപ്പം എനർജിയും പവറുമായിട്ടുള്ള റിലേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ഈ സെക്ഷന്റെ ബിഗിനിങ്ങിൽ പഠിച്ചു. പവർ എന്ന് പറയുന്നത് ഇസ് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ dW/dt ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സൈഡ് ഞാൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ P ഇൻറ്റു ഈ dt ഇങ്ങോട്ട് വരും വിൽ ബി ഈക്വൽ ടു എന്താണ്? W. എന്ന് വെച്ചാൽ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് എനർജി W ജൂൾസ് ഓഫ് എനർജി അല്ലെങ്കിൽ W എന്ന് പറയുന്ന ജൂൾസ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് is the total power done in a given circuit. മനസ്സിലായോ? This is a relation. The total power done, power which is being consumed or dissipated in the circuit ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തൂടെ? ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഈ പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വി ഇൻറ്റു ഐ ന്ന് യൂസ് ചെയ്തൂടെ? ഇൻറ്റു ഡി ടി യൂസ് ചെയ്യാം. ആൻഡ് ഈ വിന്നും ഐന്നും പറയുന്ന രണ്ടും ടൈം ഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ വേണമെങ്കിൽ എനിക്ക് വി ഓഫ് ടി ഇൻറ്റു ഐ ഓഫ് ടി ഇൻറ്റു ഡി ടിന്നും എനിക്ക് യൂസ് ചെയ്യാം. ആൻഡ് സി ഈ ഇന്റഗ്രൽ എന്താണ്? ദിസ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഈ ഇന്റഗ്രേഷൻ ഡിപെൻഡ്സ് അപ്പോൺ ടൈം. ടൈം അല്ലേ വേരിയബിൾ. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ഫ്രം, ഇവിടെ ഇന്റഗ്രേഷനിൽ ടൈം വരണ്ടേ, സ്റ്റാർട്ടിംഗ് ടൈം ടു എൻഡിങ് ടൈം. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? T0 അല്ലെ, എൻഡിങ് ടൈം എന്താണ്? T1. അപ്പൊ ഇന്റഗ്രൽ സ്റ്റാർട്ട്സ് ഫ്രം T0 and ends up to T1. ഇനി ഇതിനെ സോൾവ് ചെയ്ത് നോക്കാം. പക്ഷെ ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ സി ഈ ഇന്റഗ്രേഷന്റെ അകത്ത് ഈ വി ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് അറിയോ? വി ഓഫ് ടി നമുക്ക് എന്താണെന്നറിയോ? അറിയത്തില്ല. കാരണം എന്താണ്? നമുക്ക് അറിയാവുന്നത് വി ഓഫ് ക്യൂ ആണ്. സി ഈ ഇക്വേഷനില് ദിസ് വി ഇസ് ഡിപെൻഡിങ് അപ്പോൺ ക്യൂ ആണ്, അല്ലാണ്ട് ടി അല്ല.
അല്ലെ? v ഈക്വൽ ടു 1 പ്ലസ് ക്യൂ എന്നല്ലേ വരുന്നേ. അപ്പൊ v ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ ആണ്. അപ്പോൾ ഈ v ഓഫ് ടി നമുക്ക് അറിയത്തില്ല. സിമിലർലി ഐ ഓഫ് ടി നമുക്കറിയോ? ഐ ഓഫ് ടി എന്ന് പറയുന്നത് വി ഓഫ് ക്യൂ അറിയാത്തതുകൊണ്ട് നമുക്ക് ഐ ഓഫ് ക്യൂവും നമുക്ക് ഐ ഓഫ് ടി അറിയത്തില്ല. അതുപോലെ എന്താണ് ഈ ഇന്റഗ്രലില് ഇനിയിപ്പോ എങ്ങനെങ്കിലും നിങ്ങൾ വി ഓഫ് ടി ഐ ഓഫ് ടി കണ്ടുപിടിച്ചാലും ഈ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ T0 T1 എന്നാണ് ലിമിറ്റ് വരുന്നത്. പക്ഷെ ഈ ക്വസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണെന്ന് അറിയാവോ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 11 ജൂൾസ്. ഓപ്ഷൻ ബി എനർജി ഇല്ല, അപ്പൊ ജൂൾസിലാണ്. ഓപ്ഷൻ ബി 11/6 ജൂൾസ് ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് 6/11 ജൂൾസ് ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 6 ജൂൾസ് ആണ്. അപ്പൊ ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി. ഓപ്ഷൻസിൽ ഇൻ ടേംസ് ഓഫ് T0 T1 ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ എന്തൊക്കെയാ വരുന്നത്? ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അതായത് ലിറ്ററലി വി ഹാവ് ടു സോൾവ് ദിസ് എൻറ്റയർ തിങ് ആൻഡ് ഫൈൻഡ് എ ന്യൂമറിക്കൽ റിസൾട്ട് ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിവേ നമുക്ക് ഈ ഇന്റഗ്രേഷനിൽ കാണുമ്പോൾ ഈ T0 T1 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ മാത്സിൽ ഇന്റഗ്രേഷനിൽ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പഠിക്കും. പക്ഷെ ബേസിക് ഇന്റഗ്രേഷൻ ആണ്. അതായത് വെൻ എവർ ഒരു ഇന്റഗ്രേഷന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള നമുക്ക് തന്നേക്കുന്ന വേരിയബിൾ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നമുക്ക് ടൈം ആയതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം T0 T1 നമുക്ക് അറിയില്ല. പക്ഷെ ഈ തന്നേക്കുന്ന ക്വാണ്ടിറ്റി നോക്കി, ഈ ക്വാണ്ടിറ്റിയിൽ നമുക്കറിയാം T0 T1 എനിക്ക് അറിയത്തില്ല. പക്ഷെ T0 എന്ന് പറയുന്ന ടൈമിലുള്ള ചാർജ് 0 കൂളും എന്ന് എനിക്കറിയാം. T1 എന്ന് പറയുന്ന ടൈമിലുള്ള ചാർജ് 1 കൂളും എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടൈമിനാണ് ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനെ മാറ്റി ഞാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ചാർജ് ആക്കിയാൽ എനിക്ക് ഈ ലിമിറ്റിൽ 0 കൂളം ടു 1 കൂളം വിടാൻ പറ്റും. അതാണ് കോൺസെപ്റ്റ്. അതിന് എന്ത് ചെയ്യും നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായി? ഇന്റഗ്രേഷൻ ലിമിറ്റ് മാറ്റുക. അപ്പൊ ഇതിന്റെ അകത്തുള്ള ടേംസ് നമ്മൾ മാറ്റണ്ടേ? കാരണം വി ഓഫ് ടി ഐ ഓഫ് ടി ഡി ടി ആണ്, അതിനെ മാറ്റണം. അപ്പൊ അതിന് ഈ ഐ ഓഫ് ടി ആൻഡ് ഡി ടി എന്നൊരു സാധനം വരുന്നുണ്ട്. ബൈ ദി കോൺസെപ്റ്റ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. കറക്റ്റ് അല്ലേ? എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ നമ്മൾ ക്യൂ ബൈ ടി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്യൂ ചാർജസ് ഫ്ലോയിങ് ഇൻ ടി ടൈം. ഇതിനെ എനിക്ക് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞൂടെ? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ഇൻറ്റു ഡി ടി ഈക്വൽ ടു എന്ത് എനിക്ക് കിട്ടി? ഡി ക്യൂ എന്ന് കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ നമ്പർ 1 എടുത്തിട്ട് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ ഒരു ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ എങ്ങനെ മാറും? നെക്സ്റ്റ് പേജിൽ നമുക്ക് നോക്കാം. വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ. ഞാൻ ആ വി ഓഫ് ടി ടേം ഇപ്പൊ എഴുതുന്നില്ല, വിൽ ചേഞ്ച് ദാറ്റ്. അത് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? വി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ കേസിൽ നമുക്ക് എന്താക്കി മാറ്റാം? വി ഓഫ് ക്യൂ ആക്കി മാറ്റാം, ആ വേരിയബിൾ ടി മാറ്റിയിട്ട്. പക്ഷെ ഐ ഓഫ് ടി ഡി ടി മാറി എന്താവും? നമ്മളിപ്പോ ഇക്വേഷൻ നമ്പർ 1 കണ്ട പോലെ അത് ഡി ക്യൂ ആയിട്ട് മാറും. ആൻഡ് ഈ ഇന്റഗ്രേഷനും ഇൻ ടേംസ് ഓഫ് ക്യൂ വരണം. ക്യൂ വേരിങ് ഫ്രം 0 to 1 കൂളം. അപ്പൊ ഇനി നോക്കിയേ, ഈ ഫുൾ ഈ ഇക്വേഷൻ നമുക്ക് മാറിയുന്ന വേരിയബിൾസ് ആയില്ലേ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വി ഓഫ് ക്യൂ? ഇന്റഗ്രൽ 0 to 1 1 പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു ഡി ക്യൂ ചെയ്താൽ പോരെ? ജസ്റ്റ് സിമ്പിൾ ഇന്റഗ്രേഷൻ ആയിട്ട് മാറി. ഈ ലെവലിലോട്ട് നിങ്ങൾ എത്തിക്കണം. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സിംഗിൾ ആൻസർ. കാരണം ഇന്റഗ്രേഷൻ ലിമിറ്റ് അറിയാം, ഇതിന്റെ അകത്തുള്ള വാല്യൂ അറിയാം. ഇതെങ്ങനെ ചെയ്താൽ മതി? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. 1 ഇൻറ്റു ഡി ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ഡി ക്യൂ പ്ലസ് ഇന്റഗ്രൽ ക്യൂ സ്ക്വയർ ഇൻറ്റു ഡി ക്യൂ. 1 ഇൻറ്റു ഡി ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ ഡി ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ വരും, പ്ലസ് ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഡി ക്യൂ എന്താണ്? നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു ഡി എക്സിന്റെ ഫോർമുല എന്താണ്? എക്സ് റേസ് ടു n plus 1 ഡിവൈഡ് ബൈ n plus 1. ദിസ് ഇസ് എ റൂൾ ഫോർ ഡിഫറെന്റ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് റേസ് ടു n ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാറ്റം എന്ത് പറ്റും? ക്യൂ സ്ക്വയർ ബൈ 2 അല്ലെ? ഇവിടെയോ ക്യൂ റേസ് ടു 3/3 വരും. n plus 1 2 plus 1 3 ഡിവൈഡ് ബൈ 3. ആൻഡ് ഇതെല്ലാം ലിമിറ്റ് എത്രയാണ്? 0 to 1 വരെയാണ് അല്ലെ? അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ 1 plus 1/2 plus 1/3 മൈനസ് എല്ലാം 0 അല്ലെ? വിച്ച് വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടുന്നേ? 11/6. അത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജും ആൻഡ് നമ്മുടെ ചാർജും തമ്മിൽ ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു. നോൺ ലീനിയർ റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ ചാർജ്, നമ്മുടെ എനർജി ടു പവർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഓപ്ഷൻസിൽ T1 ആൻഡ് T0 T1 ടേംസിലാണ് തന്നെങ്കിൽ നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ആവശ്യം വന്നിക്കില്ല, ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദിസ് വാസ് എ ഗേറ്റ് ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ഫോർ 2 marks. ഓക്കെ, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഗേറ്റ് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന്. നമുക്ക് ആക്ച്വലി കുറച്ചും പ്രോബ്ലം കൂടെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ഇൻ ഫർദർ സെഷൻസിൽ.
നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദീസ് ആർ അതർ പ്രോബ്ലംസ്. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. സി, ഈ പ്രോബ്ലം കണ്ടോ, പ്രാക്ടിക്കൽ കറന്റ് സോഴ്സസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കും, 4 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ദിസ് ഇസ് എ തിയറി ക്വസ്റ്റ്യൻ. പക്ഷെ ഈ ഓരോ കേസും നമ്മൾ ഇൻഡിവിജ്വലി എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു കേസ് വർക്ക്ഔട്ട് ചെയ്യുമോ ഇല്ലയെന്ന് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിവേ, ഇൻ ദി ഫർദർ സെഷൻസ് വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ ഒരു സെക്ഷൻ പഠിപ്പിച്ചില്ലേ, എന്തുകൊണ്ട് നമ്മൾ എന്താ പഠിച്ചേ, ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് പഠിച്ചു, പിന്നെ എനർജി സ്റ്റോറിംഗ്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം വർക്ക്ഔട്ട് ചെയ്യാം. ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് കാണും, അത് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഇതേപോലെ ആയിരിക്കും ഫർദർ സെഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിച്ചാലും ഓൾവേസ് യൂസ് റെഫർ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. ഓക്കെ, ഈ ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ ഉള്ള ഒത്തിരി ഡിസ്ക്രിപ്റ്റീവ് കണ്ടന്റ് ടെക്സ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഒത്തിരി പബ്ലിഷേഴ്സ് ഇറക്കുന്നതും അതേപോലെ കുഞ്ഞു കുഞ്ഞു ക്യാപ്സ്യൂൾ ഫോമിലുള്ള ബുക്സ് കിട്ടും. പക്ഷെ അതൊന്നും റെഫർ ചെയ്യാൻ പോരുത്, ഒത്തിരി മിസ്റ്റേക്സ് വരും. ഓക്കെ, നമ്മൾ തെറ്റായ കണ്ടന്റ് പഠിക്കുന്ന പോലെ അത്രയും റോങ് ആയിട്ടുള്ള ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പബ്ലിഷറിന്റെ ബുക്കേ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അതിലും നമ്മുടെ ഇപ്പൊ ഗേറ്റിന്റെ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് തിയറിക്ക് ചക്രബർത്തി എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, സർക്യൂട്ട് തിയറി അനാലിസിസ് ബൈ ചക്രബർത്തി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് വെച്ചാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾ ഫേസ് ചെയ്യത്തില്ല. പക്ഷെ അതുപോലെ SSTക്ക് നമുക്ക് സ്ട്രീറ്റ്മാൻ അങ്ങനെയൊക്കെ കുറെ ടെക്സ്റ്റ് ഉണ്ട്. ഓരോന്നിലും നിങ്ങൾക്ക് റെഫറൻസ് ഡിസ്ക്രിപ്റ്റീവ് കണ്ടന്റ് എവിടെന്നെങ്കിലും നോക്കണമെങ്കിൽ ഓൾവേസ് യൂസ് സ്റ്റാൻഡേർഡ് ബുക്ക്, അത് തന്നെ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കും ഈ പറയുന്ന പോലെ നമുക്ക് നല്ല പബ്ലിഷേഴ്സിന്റെ ബുക്ക് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടേ ചെക്ക് ചെയ്യാവും. ഓക്കെ, അപ്പൊ ഏത് ടെക്സ്റ്റാ വേണ്ടേ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആപ്പിൽ നോക്കുകയാണെങ്കിൽ, ക്രാക്കിറ്റ് ആപ്പിൽ നോക്കുകയാണെങ്കിൽ അണ്ടർ ദ കോഴ്സ് ഗേറ്റ് ഇലക്ട്രോണിക്സിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഇന്നത്തെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കണ്ടന്റ്, നമ്മൾ ഈ പഠിപ്പിക്കുന്ന കണ്ടന്റും ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ ആപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പറ്റും. അണ്ടിൽ ദ എൻഡ് ഓഫ് ദ കോഴ്സ് 2 year വാലിഡിറ്റി വരുന്നത്, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ഓക്കെ, ആൻഡ് ഫുൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓരോ ടോപ്പിക്കും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനും പറ്റും. ഇത് ത്രൂ വാട്സ്ആപ്പ് അല്ലെങ്കിൽ വിളിക്കാം. യു ക്യാൻ സെൻഡ് ഡൗട്ട്, ടേക്ക് എ സ്ക്രീൻഷോട്ട്, സെൻഡ് എ മെസ്സേജ്. ഓക്കെ, ആൻഡ് വിൽ സോൾവ് ഇറ്റ്. അല്ലെങ്കിൽ ഡയറക്ട്ലി ഓഫ്ലൈൻ ക്ലാസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഓഫ് ഫസ്റ്റ് സെഷൻ. ഈ ക്ലാസ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്, ഗേറ്റിനെ പറ്റി ഒരു ഐഡിയ തരാനും ആൻഡ് ഈ സബ്ജക്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ.